ബാക്കിൽ ഒരു തൂക്കം അതിനകത്തിരിക്കുകയായിരുന്നു. ആ തൂക്കം കൊണ്ട് ഇറങ്ങി വെളിയിൽ വന്ന് കഥ മണ്ടയ്ക്ക് പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങളാണെങ്കിൽ ഇത് താഴെ വീണ് ചത്തുപോയി കഴിഞ്ഞ് ഡോക്ടറിൻ്റെ കാര്യം തീരും. അപ്പോൾ ഈ ജാഗ്വാറിൻ്റെ കൂട്ടിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ആ സൈഡിലെ ഓടയിൽ കൂടെ ഇങ്ങനെ ബ്ലഡ് വരും. ആ കൂട്ടിനകത്തോട്ട് വിട്ടുകൊടുക്കും. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്പോട്ടാമസ് വായ അടയ്ക്കുന്നില്ല, വാ തുറന്നു വെച്ചിരിക്കുന്നു, അതിൻ്റെ മുകളിൽ കൂടെ ബ്ലഡ് വരുന്നുണ്ട്. ഈ ആനിമലിൻ്റെ ദേഹത്ത് ഒരു ഇഞ്ചക്ഷൻ അടിക്കാൻ ഒക്കില്ല, കാരണം ഇതിൻ്റെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര തിക്കാണ്. ഞാൻ ഈ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയ നിമിഷം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഞാൻ ഈ വായിച്ച ബുക്കുകളുടെ താളുകൾ ഇങ്ങനെ ബ്രെയിനിൽ കൂടെ പോവുകയാണ്. നമസ്കാരം. സി മലയാളം ന്യൂസിൽ ഇന്നത്തെ അതിഥി ദീർഘകാലം ഏകദേശം 12 വർഷത്തോളം തിരുവനന്തപുരം സൂമിലെ ഒരു ഡോക്ടറായിരുന്ന ഡോക്ടർ ജേക്കബ് അലക്സാണ്ടർ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം 12 വർഷക്കാലം ഒരു മൃഗശാലയിലെ ഡോക്ടറായി ജോലി ചെയ്യുക എന്നാൽ ചെറിയൊരു കാലയളവല്ല. എപ്പോൾ മുതലായിരുന്നു തിരുവനന്തപുരം മൃഗശാലയിലെത്തിയത്? ശരിക്കും എൻ്റെ ഓർമ്മകൾ, ഞാൻ 2 വയസ്സ് പ്രായമായപ്പോൾ തന്നെ ഈ മൃഗശാലയുടെ തൊട്ട് പുറകിലുള്ളൊരു വീട്ടിലാണ് താമസമായത്. നാട് ശരിക്കും കൊല്ലമായിരുന്നു. അങ്ങനെ എൻ്റെ പേരൻസ് 2 പേരും ട്രിവാൻഡ്രത്ത് ജോലിയായി. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വന്നത് വീട് മേടിച്ച് താമസിക്കുകയായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് പുറകിലായിരുന്നു. അപ്പം വളരെ കുഞ്ഞു നാൾ മുതൽ തന്നെ ഈ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ രാവിലെ കാണുന്നത് മൃഗശാലയായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ ജിറാഫുകൾ അങ്ങോട്ട് നടക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് വളരെ ചെറുപ്പം മുതലേ നമുക്ക് ഭയങ്കര ഒരു കണ്ണിന് ആനന്ദകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു മൃഗശാല തന്നെ. തൊട്ട് പുറകിലാണ് വീട്. അപ്പം അതുപോലെ തന്നെ ആ ചെറുപ്പകാലത്ത് നമ്മൾ ഈ സൂവിൽ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഈ രംഗശാല എന്ന് പറഞ്ഞൊരു കുട്ടികളെയൊക്കെ ഈ ഡോക്യുമെൻ്ററി കാണിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ആ കാലത്ത് ഈ TV ഒന്നുമില്ല. അപ്പോൾ ഈ കുട്ടികളെ ഇങ്ങനെ ഓരോ ഡോക്യുമെൻ്ററി കാണിക്കാൻ വേണ്ടി രംഗശാല എന്ന് പറഞ്ഞ് വൈകിട്ടാണ്, അതിൻ്റെ രാത്രിയാകുമ്പോഴാണ് ഒരു അരമണിക്കൂർ ഒക്കെ ആ ഡോക്യുമെൻ്ററി കാണിക്കും. അപ്പോൾ അത് കാണാനായിട്ട് ഈ കുട്ടികൾ ഞങ്ങളന്ന് ഇവിടെ പോയിരിക്കും. പലപ്പോഴും ഇതേ ഇടുന്നത് തന്നെയായിരിക്കും പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. എന്നാലും ഭയങ്കര രസമായിരുന്നു അന്ന് ആ കാലത്ത്. അതുപോലെ തന്നെ ഈ ഡോക്യുമെൻ്ററി കാണിക്കുന്ന രംഗശാലയുടെ തൊട്ടടുത്ത് സീബ്ര ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ സീബ്ര അന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഈ കുട്ടികൾ അവിടെ പോയിട്ട് തറയുന്ന ഇല പറക്കിയിട്ട് ഈ സീബ്രയെ ഫീഡ് ചെയ്യും. അതൊക്കെ എൻ്റെ ചെറുപ്പകാലത്തെ ഒരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് മെമ്മറീസാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പ്രീ ഡിഗ്രി കഴിഞ്ഞു, എൻട്രൻസ് എഴുതി, വെറ്റിനറി കിട്ടി. അങ്ങനെ 87 വെറ്റിനറിക്ക് പോയി. തിരിച്ച് അവിടെ തന്നെ ആ സൂവിൽ തന്നെ ഒരു 12 വർഷം ജോലി ചെയ്യാൻ പറ്റിയത് എനിക്ക് ഒരു ദൈവത്തിൻ്റെ വലിയൊരു ഗ്രേസ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പം 12 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ കാലയളവല്ല, ഒരുപാട് അനുഭവങ്ങൾ സൂവിലുണ്ടാവും. ഈ തുടക്കഘട്ടത്തിലും അതോടൊപ്പം തന്നെ 12 വർഷത്തിന് ശേഷമുള്ള ഒരു കാലയളവ് അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്കും ഇത് പറയുമ്പോൾ ഞാൻ ശരിക്കും തിരുവനന്തപുരം സൂവായിട്ടുള്ളൊരു അസോസിയേഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് വരുന്നത് അതൊരു കഥയാണ്. അത് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പെത്തോളജിയിലാണ് ചെയ്തത്. അപ്പോൾ അന്ന് തൃശ്ശൂർ മണ്ണുത്തി വെറ്റിനറി കോളേജിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ അന്ന് ഈ കാട്ടുപോത്തുകൾ അകാരണമായിട്ട് മരണപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുത്തെ അന്നത്തെ DFO ഈ കോളേജിലെ ഡീനിനെ റിക്വസ്റ്റ് ചെയ്യും. അവിടെ പെത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു സംഘം ഈ പറമ്പിക്കുളത്ത് പോവുകയാണ്. അപ്പോൾ പറമ്പിക്കുളത്ത് ഞങ്ങൾ എത്തുന്നത് രാത്രി ഏതാണ്ട് 2 മണിക്കാണ്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ DFO രാത്രിയിലുള്ള ഈ നൈറ്റ് ലൈഫ് പറമ്പിക്കുളത്തെ മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ആ ജീപ്പിൽ കയറ്റി അവിടെ അതിനകത്ത് ലൈറ്റിട്ട് പറമ്പിക്കുളത്ത് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ആസ് എ സ്റ്റുഡൻറ്റ് ഞാൻ ഈ ജീപ്പിൻ്റെ പുറയിൽ വലിഞ്ഞു നിന്ന് രാത്രി 2 മണിക്ക് ഇതെല്ലാം കാണുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഇതിൻ്റെ ഡിസീസ് ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തുന്നു. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള അതിന് വേണ്ടുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്തത്. അപ്പോൾ അവസാനം ഇതിൻ്റെ രോഗകാരണങ്ങളൊക്കെ കണ്ടെത്തി. ഈ DFO വളരെ ഇമ്പ്രസ്ഡായി. അദ്ദേഹത്തിൻ്റെ പേര് CS യാലക്കി എന്നായിരുന്നു, CS യാലക്കി IFS.
അപ്പോൾ അങ്ങനെ ഞാൻ 97 ട്രിവാൻഡ്രത്തേക്ക് തിരിച്ച് ജോലി ട്രാൻസ്ഫറായി ട്രിവാൻഡ്രത്ത് വരുമ്പോഴത്തേക്കും തിരുവനന്തപുരം മൃഗശാലയുടെ ഡയറക്ടർ CS യാലക്കയാണ്. അപ്പോൾ അദ്ദേഹം ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന അന്ന് മുതലേ ഈ സൂവിൽ എന്തെങ്കിലും ഒരു ഡെത്ത്, എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ അദ്ദേഹം എന്നെ വിളിക്കും. എന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം റൂമിൽ ഈ ഡയറക്ടർ വരികയും വളരെ ഇൻക്വിസിറ്റീവാണ് സാറ്. നമ്മൾ പോസ്റ്റ്മോർട്ടം തീർക്കുന്നതിന് മുമ്പേ ചോദിക്കും, ജേക്കബ് വാട്ട് വാസ് ദ റീസൺ, എന്താ കാര്യം, അത് അദ്ദേഹത്തിന് അറിയണം. ആ റീസൺ കിട്ടിയിട്ട് വേണം ഈ അടുത്ത ആനിമൽസിന് ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം എടുക്കാൻ. ശരിക്കും മൃഗങ്ങളെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ പോലെയല്ല. ഇപ്പം കുറേ ആനിമൽസ് ഉണ്ടെങ്കിൽ അതിലൊരു മൃഗം എന്ത് കാരണം കൊണ്ട് മരിക്കുന്നുവോ ആ മരണകാരണം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ രോഗം മറ്റുള്ളവയിലോട്ട് വന്നിട്ട് നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഇൻഫർമേഷൻ ആസ് എൻ IFS ഓഫീസർ ആ ഫോറസ്റ്റിലെ ആ ഒരു ഉദ്യോഗസ്ഥന് വളരെ അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാമായിരുന്നു. അപ്പോൾ ഈ എന്ത് പോസ്റ്റ്മോർട്ടം വന്നാലും വിളിക്കും. അങ്ങനെ ഒരു അസോസിയേഷൻ ഞാൻ സൂവിൽ വരുന്നതിന് മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. അതായത് 97 തൊട്ടേ ഉണ്ടായിരുന്നു. അതും മാത്രമല്ല, സൂവിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിലേക്ക് ക്ഷണിക്കും. അപ്പം അങ്ങനെ ഈ സൂവിൽ തന്നെ ഓഡിറ്റോറിയത്തിൽ നമ്മളിങ്ങനെ പല പല പ്രസൻറ്റേഷൻസ് ആ കാലത്ത് ചെയ്യുമായിരുന്നു. അങ്ങനെ ഫൈനലി ഈ സൂവിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടറേ ഉള്ളൂ. ഒരു ഡോക്ടർ ആണ് ഈ ആനിമൽസിനെ കംപ്ലീറ്റ് 365 ദിവസവും 24 മണിക്കൂർ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു പാത്തോളജിസ്റ്റ് അവിടെ വേണം എന്നൊരു ഒരാഗ്രഹം, താല്പര്യവും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുകയും ഫൈനലി എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2011 എന്നെ തന്നെ അവിടുത്തെ ഡോക്ടറായിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് വന്നത്. അപ്പം തുടക്കത്തിൽ ഞാൻ ആഗ്രഹിച്ചത് ആ ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു പെത്തോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ നമ്മളിവിടെ ഈ പോസ്റ്റ് ക്രിയേഷൻ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. ഡോക്ടറായിട്ട് പോസ്റ്റ് ചെയ്തപ്പം എന്താ സംഭവിച്ചത്, ഞാൻ ശരിക്കും ഒറ്റയ്ക്ക് ഈ ആനിമൽസിനെ കംപ്ലീറ്റ് ട്രീറ്റ് ചെയ്യേണ്ടതും അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുള്ളൊരു ചുമതല വന്നു. പക്ഷേ ഈ 1997 തൊട്ട് ഒരു 2011 വരെ സ്ഥിരമായിട്ട് അവിടെ പോവുകയും ഈ പോസ്റ്റ്മോർട്ടംസും ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളും നടത്തുകയും ആ ചാർജിൽ വരുന്ന ഡോക്ടർമാരെ പല കാര്യങ്ങൾക്കായിട്ട് സഹായിക്കുകയും അവർ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ കൈവെള്ള പോലെ അവിടുത്തെ ആനിമൽസിൻ്റെ രോഗങ്ങൾ എന്താണെന്നും അവിടുത്തെ ഇഷ്യൂസ് എന്താണെന്നും അതൊക്കെ എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ അത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല, ചുരുക്കി പറഞ്ഞാൽ 12 വർഷമല്ല, ഇത് ഒരു 2 വയസ്സ് മുതൽ സുഖമായിട്ടുള്ള ബന്ധമുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ ഒരു വെറ്റിനറിയൻ എന്നുള്ള രീതിയിൽ കൂടുതലും 97 തൊട്ടുള്ള ഒരു അടുത്ത ഇതാണ് നമുക്ക് ആ ഒരു ടാസ്ക് ഒറ്റയ്ക്ക് ഏറ്റെടുക്കാനായിട്ട് പറ്റിയത്. അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന സൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലാർജ് സൂ കാറ്റഗറിയിൽ വരും. അതായത് ഇന്ത്യൻ സൂസ് മാൻ ചെയ്യുന്നത് CSDA എന്ന് പറയും, സെൻട്രൽ സൂ അതോറിറ്റി. അവർ ഒരുപാട് മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സൂസിനെ അവർ ക്ലാസിഫൈ ചെയ്യും. ലാർജ് സൂ കാറ്റഗറി, മീഡിയം സൂ കാറ്റഗറി, സ്മോൾ സൂ. അപ്പോൾ തിരുവനന്തപുരം മൃഗശാല വളരെ ചെറിയൊരു ഏരിയയിലാണ്, 55 ഏക്കറേ ഉള്ളൂ. പക്ഷേ ലാർജ് സൂ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. കാരണം അതിനകത്തുള്ള മൃഗങ്ങളുടെ വൈവിധ്യം, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ആ സ്പീഷീസിൻ്റെ ആ വാല്യുബിൾ ആയിട്ടുള്ള സ്പീഷീസിൻ്റെ ഇമ്പോർട്ടൻസ് അതൊക്കെ വെച്ചിട്ട് ലാർജ് സൂ കാറ്റഗറിയിൽ ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ ലാർജ് സൂ കാറ്റഗറിയിൽ എപ്പോഴും ഒന്നിൽ കൂടുതൽ ഡോക്ടേഴ്സ് വേണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സൂവിൽ അന്നും ഇന്നും ഒക്കെ ഒരു ഡോക്ടറേ ഉള്ളൂ. അപ്പോൾ ഒരു ഡോക്ടർ ഇത്രയും ഒരു 100-ൽ പരം സ്പീഷീസ് ഉണ്ട്. ഈ ജീവജാലങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഒറ്റയ്ക്ക് നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. മാത്രമല്ല ഈ ഒരു പ്രൊഫഷനിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ ആ ചലഞ്ച് ഏറ്റെടുത്ത് ഇത്രയും വർഷം അത് കൊണ്ടുപോകാൻ സാധിച്ചത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ ഒരു ടാസ്ക്, അതൊരു ചലഞ്ചിങ് ടാസ്ക് ഏറ്റെടുത്ത് ചെയ്യുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ തീർച്ചയായിട്ടും എൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മൃഗശാലയിലെ 12 വർഷം കണ്ടിന്യൂ ജോലി ചെയ്യുന്നു. അപ്പോൾ ഓരോ മൃഗങ്ങളെയും പക്ഷേ പേരെടുത്ത് വിളിക്കാനുള്ള ഒരു അത്തരത്തിലൊരു ഓർമ്മകൾ എല്ലാ മൃഗങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അതിൽ ശരിക്കും പണ്ട് നമ്മൾ മൃഗങ്ങളെ ഇങ്ങനെ പേരെടുത്ത് വിളിക്കുന്ന അത്ര കോമൺ അല്ലായിരുന്നു.
അപ്പം നമ്മൾ ഈ മൃഗങ്ങളെ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂവിൽ വളർത്തുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർക്ക് ഒരിക്കലും കാട്ടിൽ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം ഇല്ല. അപ്പം കാട്ടിൽ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം കുറച്ചെങ്കിലും നമുക്ക് സൂവിൽ ഉണ്ടാക്കി അതിൽ അങ്ങനെ ഒരു ഓപ്പൺ എൻക്ലോഷേഴ്സൊക്കെ വെച്ച് അങ്ങനെ ചെയ്യണമെന്നാണ് ഇപ്പം സെൻട്രൽ സൂ അതോറിറ്റിയുടെ നിയമം. അത് കാരണം തന്നെ നമ്മുടെ പഴയ സൂവിലെ ആ കമ്പി അഴികളും സാധനങ്ങളൊക്കെ പൊളിച്ചിട്ട് ഓപ്പൺ എൻക്ലോഷേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം മൃഗങ്ങൾ പലപ്പോഴും ചാടിപ്പോകുന്നത്. അതുപോലെ അപ്പം എന്നിരുന്നാലും ആ മൃഗങ്ങളെ നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു എൻക്ലോഷറിൽ ഇടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ചുരുങ്ങിയ സ്ഥലമുള്ള ഒരു എൻക്ലോഷറിൽ ഇടുമ്പം തീർച്ചയായിട്ടും അത് അവരുടെ സ്വാതന്ത്ര്യത്തിലും അവരുടെ ഒരുപാട് കാര്യങ്ങൾ ഹനിക്കപ്പെടുന്നു. പക്ഷേ ഇത് നമ്മൾ ഒരു പോസിറ്റീവായിട്ട് ഒരു അഡ്വാൻറ്റേജസ് സിറ്റുവേഷനിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ മൃഗശാലയിലെ ആ എൻട്രൻസിൽ കൂടെ വരുന്ന ആ വിസിറ്റർ തിരിച്ച് എക്സിറ്റിൽ കൂടെ പോകുമ്പം അയാൾ അല്ലെങ്കിൽ അവർ എൻവയൺമെൻറ്റ് കൺസർവേഷൻ്റെയും വൈൽഡ് ലൈഫ് കൺസർവേഷൻ്റെയും അംബാസിഡേഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് മൃഗശാലകളുടെ ഉദ്ദേശം. ഈ മൃഗങ്ങളെ കാണാനായിട്ട് നമ്മൾ കാട്ടിലെല്ലാവരും കൂടെ കയറിപ്പോയി എങ്ങനെ ഇരിക്കും? അവരുടെ ആ സ്വന്തമായിട്ടുള്ള ആവാസ വ്യവസ്ഥയെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുക ചെയ്യുന്നത്. പകരം ഇതുപോലെ സൂസിൽ വന്ന് കാണുകയും പഠിക്കുകയും ഇതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും റിസർച്ചും ഇത് അവിടെ ആവാസ വ്യവസ്ഥയിലെ അനിമൽസിനെ കൺസേർവ് ചെയ്യാൻ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഇതിനെ ഒരു ജീൻ ബാങ്കായിട്ട് ഉപയോഗിക്കുക. ഇതൊക്കെയാണ് ഇന്ത്യൻ സൂസിൻ്റെ ലക്ഷ്യം. അതായത് ഒന്ന് ഇത് എഡ്യൂക്കേഷൻ പർപ്പസായിട്ട് ഉപയോഗിക്കുക, പിന്നെ റിസർച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഇത് റിസർച്ചിലെ തന്നെ ജീൻ ബാങ്കായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ സൂസിൻ്റെ ലക്ഷ്യം. നമ്മൾ ശരിക്കും ഇന്ത്യൻ സൂസിൽ ഈ കാശുണ്ടാക്കുക എന്നുള്ളൊരു ക്രൈറ്റീരിയ അല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ടിക്കറ്റ് ഫെയർ ഒക്കെ എന്ന് വെച്ച് നമ്മൾ വിദേശ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ ഡേയ്സിൽ കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ ഇതെല്ലാം ഇതിനെപ്പറ്റി അറിയാനും പഠിക്കാനും അവരെ കൺസേർവ് ചെയ്യാനായിട്ട് ഈ നോളജ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ആനിമൽസ് അവിടെ സഫർ ചെയ്യുന്നത് നല്ലൊരു ഫലപ്രാപ്തിയിലേക്ക് വരത്തുള്ളൂ. ഇപ്പം സാർക്ക് അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങൾ പേരെടുത്ത് വിളിക്കാൻ, ഇപ്പം എനിക്ക് ജോർജിൻ്റെ ഒരു കഥ നമുക്കറിയാം. അത് ലോകപ്രശസ്തനായ ഒരു കടുവയെ പരിപാലിക്കാനൊരു അവസരം കൂടിയായിരുന്നു സാറിന് ലഭിച്ചാൽ. അതെ, അത് നമ്മൾ ഈ സൂവിലെ അന്തേവാസികളെ പറ്റി പറഞ്ഞല്ലോ. പലപ്പോഴും ഈ അന്തേവാസികൾ വരുന്നത് അവരെ കാട്ടിൽ നിന്ന് റെസ്ക്യൂ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്കറിയാം ഈ കാട്ടിലെ ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ചുരുങ്ങിക്കൊണ്ടായിരിക്കുന്നത്. അപ്പം അതൊരിക്കലും വളരുന്നില്ല. അപ്പോൾ അവിടുത്തെ ആനിമൽസിൻ്റെ പോപ്പുലേഷൻ കൂടുമ്പോൾ ഇവർ ആ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അതിൻ്റെ ഭാഗമായിട്ട് അവർ തമ്മിൽ മത്സരം ഉണ്ടാവുകയും വീക്കായിട്ടുള്ള ആനിമൽസിനെ പുറന്തള്ളുകയും ചെയ്യും. അപ്പോൾ ഈ കടുവയുടെ കാര്യം നമ്മൾ നോക്കുമ്പം പലപ്പോഴും അങ്ങനത്തെ ഉള്ള ആനിമൽസിനെ മറ്റ് കടുവകൾ അവരുടെ ഏരിയയിൽ നിന്ന് പുറന്തള്ളി ഫ്രിഞ്ച് ഏരിയാസിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർ കെട്ടിയിട്ടേക്കുന്ന ആടിനെയും പശുവിനെയൊക്കെ കഴിച്ചു തുടങ്ങുമ്പോൾ നാട്ടുകാർക്ക് ശല്യമാകുന്നു. അങ്ങനെ ഇവരെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെയും കീപ്പ് ചെയ്യാൻ സൗകര്യമില്ല. അങ്ങനെ മൃഗശാലയിലേക്ക് കൊണ്ടുവന്ന് അവരെ മരണം വരെ പാർപ്പിക്കുന്ന ഒരു വ്യവസ്ഥയാണ് നമുക്കുള്ളത്. ഈ കാലയളവിൽ ചില മൃഗങ്ങൾ മേറ്റ് ചെയ്ത് അവരുടെ കുഞ്ഞുങ്ങളുണ്ടാവുകയും ഈ മൃഗങ്ങളുടെ ഒരു സന്തതി പരമ്പരയാണ് ശരിക്കും സൂവിലുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാട്ടിലെ വൈൽഡ് ആനിമൽസിൻ്റെ ഒരു ക്വാളിറ്റി അവർക്കില്ല. അപ്പോൾ ഒരു കടുവയെ സംബന്ധിച്ചോളം നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവർക്ക് ഒരു പ്രേയെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനോ അതിനെ കഴിക്കാനോ അറിയേയില്ല. അവർക്കത് അതിൻ്റെ ആഹാരമാണെന്ന് പല കടുവകൾക്കും മൃഗങ്ങൾക്കും അറിയത്തില്ല. ശരിക്കും അതൊരു രസകരമായ സംഭവമാണ്. ഒരു തവണ നമ്മൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് 2 മുയലുകളെ ഫാമിൽ നിന്ന് കൊണ്ടുവന്നു. 2 നല്ല വെള്ള മുയലുകളെ ഫാമിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എന്തായിരിക്കും ഇവൻ്റെ റിയാക്ഷൻ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ സൂ ബോണായിട്ടുള്ളൊരു കടുവയാണ്. അപ്പോൾ ഈ കടുവയുടെ ആ കൂട്ടിനകത്തോട്ട് വിട്ടുകൊടുത്തു. അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുയലുകൾക്കാണെങ്കിൽ ഈ ഫാമിലല്ലേ ഒറ്റ കമ്പിക്കൂടിനകത്തല്ലേ ഇത് വളർന്നത്. ഇതിന് ഈ പുല്ലും സാധനമൊക്കെ കണ്ടപ്പോൾ ഇതങ്ങ് മതിമറന്ന് ചാടുകയും സന്തോഷിക്കുകയും ഇവർ തമ്മിൽ കുത്തി പറയുകയാണ്. ഈ കുത്തി മറിഞ്ഞ് പോകുന്നത് കടുവയുടെ മുകളിൽ കൂടെയൊക്കെയാണ്. ഈ കടുവയാണെങ്കിൽ ഇതിൻ്റെ ആഹാരമാണെന്നോ ഇത് അവന് ഭയങ്കര കൗതുകത്തിൽ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവരെ ഉപദ്രവിക്കുന്നതേ ഒന്നുമില്ല.
ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവിയാണെന്ന് പോലും അവനൊരു കൺസിഡറേഷനേ ഇല്ല. അപ്പം അങ്ങനെയാണ് ഈ മൃഗശാലയിലെ മൃഗങ്ങളുടെ ഒരു സ്വഭാവം രൂപീകൃതമായിട്ട് വരുന്നത്. അപ്പോൾ അതൊരു ഇവരെ ഒബ്സർവ് ചെയ്യുക, മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ അവരുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുക, അത് ഇൻ്റർപ്രറ്റ് ചെയ്യുക, അവർക്ക് എന്താ വേണ്ടുന്നതെന്ന് മനസ്സിലാക്കുന്നത് ഒരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. അത് നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് ആരും ഇല്ലാത്തപ്പോൾ ഇവരെ ഒബ്സർവ് ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഇൻറ്റിമേറ്റ് ആവും ഈ മൃഗങ്ങളുമായിട്ട്. അപ്പോൾ ഒരു പേരുള്ളത് നമുക്ക് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ ഒരു മൃഗത്തിനൊരു പേരുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കീപ്പറിൻ്റെ അടുത്തും ഒക്കെ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോഴേ ശ്രാവൺ അല്ലെങ്കിൽ ജോർജ് അല്ലെങ്കിൽ പൊന്നി എന്ന് പറയുമ്പം തന്നെ അവർക്കറിയാം ഈ മൃഗത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും പേരിടുന്നത് നമ്മൾ മൃഗശാലകളിൽ മൃഗങ്ങളെ വളർത്തുമ്പം അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനും ഒക്കെ വളരെ നല്ലതാണ്. സാർക്ക് ഒരുപാട് സർജറികളൊക്കെ ആ ഒരു കാലയളവിൽ അവിടെ ചെയ്യേണ്ടി വന്നു. അതിൽ മറക്കാനാവാത്ത ചില അനുഭവങ്ങളൊന്നും പങ്കുവയ്ക്കുക. ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിലെ ഏറ്റവും വലിയ ഒരു ചലഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ ഉള്ള ഒരു ടാസ്ക്കാണ്. അതായത് നമുക്ക് ഒരു ഇത്രയും ആനയാണെങ്കിലും ചെറിയ പാമ്പാണെങ്കിലും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ദിവസം രാവിലെ 8 മണിക്ക് എൻ്റെ റൗണ്ട്സ് ഞാൻ എടുത്തപ്പോൾ സാധാരണ ഒരു 9 മണിക്ക് എല്ലാവരും വരുള്ളൂ. ഈ ജാഗ്വാർ ഉണ്ടായിരുന്നു, സൽമാനും സംഗീതയും. അപ്പോൾ ഈ ജാഗ്വാറിൻ്റെ കൂട്ടിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ആ സൈഡിലെ ഓടയിൽ കൂടെ ഇങ്ങനെ ബ്ലഡ് വരുന്നു. നോക്കിയപ്പോഴാണ് ഈ സംഗീതയുടെ കൈയുടെ ഇവിടുന്ന് ഇങ്ങനെ തൊലി സോക്സ് പോലെ ഊരി തൂങ്ങി ഇങ്ങനെ കിടക്കുക. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ ഈ സൽമാനാണെങ്കിൽ എപ്പോഴും സംഗീതയുടെ പുറത്ത് കയറിയിരുന്നുള്ള ഒരു വിക്രിയകളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴോ രാത്രിയിൽ ഈ പല്ല് ഈ സ്കിന്നിൽ ഉടക്കി വേദനയായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചപ്പോഴത്തേക്ക് ഇത് കീറി സോക്സ് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. അപ്പം ഒരു ഡോക്ടർ ഇത് കാണുമ്പോഴത്തേക്ക് 2 കാര്യങ്ങളാണ്. ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം, അതിനെ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പം അപ്പോൾ ഈ 2 മൃഗങ്ങളെയും ചിലപ്പോൾ മയക്കേണ്ടി വരും അതിനെ എടുക്കണമെങ്കിൽ. അപ്പോൾ അത് ഉടനെ തന്നെ ഒരു കീപ്പറിനെ വിളിച്ചു. അതിൻ്റെ നടുക്കത്തെ ഷട്ടർ പൊക്കി ഈ സൽമാനെ അങ്ങ് പുറകിലേക്ക് മാറ്റി. എന്നിട്ട് ഉടനെ തന്നെ സംഗീതയെ മയക്കോടി വെച്ച് മയക്കി സൂവിലെ വാനുണ്ട് കൊണ്ടുപോകാനായിട്ട്. ഈ വാനിനകത്ത് കയറ്റി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുവന്നു. അവിടെ എക്സ്റേ എടുക്കണം. അപ്പം അവിടെ എക്സ്റേ ടെക്നീഷ്യൻ ഇല്ല, ഇതെല്ലാം ഡോക്ടർ തന്നെ ചെയ്യണം. അപ്പോൾ എക്സ്റേ റൂമിൽ കയറ്റി എക്സ്റേ എടുത്തു. അവിടെ ഫ്രാക്ചറോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് അസർട്ടൈൻ ചെയ്തു. പിന്നെ നമ്മൾ ഓപ്പറേഷൻ ടേബിളിലേക്ക് കിടത്തി. ഓപ്പറേഷൻ ടേബിളിൽ ഈ സർജറി ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പം അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ട്രെയിനിങ് സ്റ്റാഫുകളൊന്നും ഇല്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അനസ്തീഷ്യ കൊടുക്കണം, ഈ തുന്നി കെട്ടുന്നത് നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അനസ്തീഷ്യ നമ്മൾ മിക്കവാറും കൊടുക്കുന്നത് ഈ ഞരമ്പ് വഴിയായിരിക്കും. അപ്പോൾ അതിനകത്ത് ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഇതിൻ്റെ ഈ അനസ്തീഷ്യയുടെ ഡെപ്ത് അനുസരിച്ച്. അപ്പോൾ ഈ ജാഗ്വാറിനെ മരുന്ന് കൊടുത്ത് ഡ്രിപ്പിനകത്ത് ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 3 മണിക്കൂർ വേണ്ടി വന്നു ഈ സർജറി തീർക്കാനായിട്ട്. ഏതാണ്ട് 73 സ്റ്റിച്ചസ് വേണ്ടി വന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 2 മണിക്കൂറായപ്പം ഈ ജാഗ്വാർ ടേബിളിൽ എഴുന്നേറ്റ് നിന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രിപ്പ് പോയത് എപ്പോഴോ ഈ കാലനക്കിയപ്പോൾ ഇളകി സബ്ക്യൂട്ടേനിയസ് ആയിട്ട് തൊലിയുടെ അടിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഈ കയ്യിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ബാക്ക് നോക്കാനായിട്ട് ആളില്ല, എന്നെ അസിസ്റ്റ് ചെയ്യാൻ ഇത് നോക്കാൻ അറിയാവുന്ന ആൾക്കാരുമില്ല. അപ്പം നമ്മൾ എപ്പോഴും ഈ ഇതുപോലത്തെ ജാഗ്വാറിനെയൊക്കെ മയക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ സൈലസിൻ കീറ്റമിൻ എന്ന് പറഞ്ഞ 2 മരുന്നിൻ്റെ കോമ്പിനേഷൻ. പലപ്പോഴും ഈ സൈലസിൻ ഉപയോഗിക്കുമ്പോൾ ബ്ലഡ് പ്രഷർ കുറയുമ്പം പിന്നെ ഞരമ്പ് കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ തെന്നിപ്പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു സിറ്റുവേഷനിൽ ഞരമ്പിൽ കൂടെ വീണ്ടും മരുന്ന് കൊടുക്കാൻ നമുക്ക് സമയമില്ല. അപ്പോൾ ഉടനെ തന്നെ സിറിഞ്ചിനകത്ത് മരുന്ന് ലോഡ് ചെയ്ത് ഇൻട്രാമസ്കുലറായിട്ട് അടിച്ച് കയറ്റി. അപ്പോഴത്തേക്കും ഫ്രണ്ടിൽ സഹായിക്കാൻ നിന്ന കീപ്പറിനെ ഒന്ന് കമ്മി. എന്തായാലും വീണ്ടും അതിനെ മയക്കി ബാക്കി സർജറീസൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഏറ്റവും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പം ഈ
കടുവ ഈ ജാഗ്വാറിൻ്റെ ഏത് കയ്യിലാണ് ഇത് പറ്റിയതെന്ന് അറിയാൻ പറ്റാത്തോളം ഉള്ള ഹീലിംഗ് ആയിരുന്നു. 2 കയ്യിൽ ഇതിലേതിലാണ് കുഴപ്പം പറ്റിയെന്ന് അറിയാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു 3 ആഴ്ചയായപ്പം ഹീൽ ചെയ്തു. അത് മൃഗങ്ങളുടെ എസ്പെഷ്യലി വൈൽഡ് ആനിമൽസിൻ്റെ ഹീലിംഗ് ഭയങ്കര ഫാസ്റ്റാണ്. അത് ഇതേപോലെ പല സംഭവം. അതുപോലെ തന്നെ പല സ്പീഷീസിനും ഈ അനസ്തെറ്റിക് ഏജൻറ്റിൻ്റെ ഈ ഡ്യൂറേഷൻ വേരി ചെയ്യും. ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും നമുക്ക് ആ സമയം കിട്ടും. ആ സമയം കൊണ്ട് കൊടുക്കേണ്ട മരുന്നുകൾ ഡ്രിപ്പൊക്കെ കൊടുത്തിട്ട് നമുക്ക് കൂട്ടിനകത്ത് കൊടുത്ത് അടച്ചു വരുന്നവരെ നമുക്ക് സമയം കിട്ടും. അല്ലെ അതിനനുസരിച്ച് നമ്മൾ ടോപ്പപ്പ് ചെയ്യും. എന്നാൽ ചില മൃഗങ്ങൾ ഇപ്പോൾ ഹൈനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കൊടുത്തൊരു 45 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും ഇവന് എഴുന്നേറ്റ് നിൽക്കും. ചിലപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കും. ഒരു തവണ അങ്ങനെയും പറ്റിയിട്ടുണ്ട്. അപ്പം ഒരു പ്രാവശ്യം ഒരു ഹൈനയുടെ കാല് കടി കൂടി കാലിന് മുറിവ് വന്നിട്ട് മുട്ടിന് മുറിവ് വന്ന് സർജറിയൊക്കെ ചെയ്ത് എല്ലാം കംപ്ലീറ്റായി. അപ്പോൾ ഡ്രിപ്പ് കുറച്ചും കൂടെ ഇറങ്ങാനുണ്ടെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ അസോസിയേറ്റിൻ്റെ അടുത്ത് പറഞ്ഞ ആ ഡ്രിപ്പും കൂടെ കഴിയുമ്പോഴത്തേക്കും നേരെ കൂട്ടിനകത്ത് കയറ്റി അങ്ങ് വിട്ടേക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് 1-2 എമർജൻസി കോൾ വന്ന് ഞാൻ വണ്ടി എടുത്ത് കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ വിളിച്ചു, സാറേ അവൻ എഴുന്നേറ്റ് ഊറ്റിക്കകത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ആ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ മിടുക്കനായിരുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ആ OTന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടുമ്പം തന്നെ ഈ തോക്കും കൂടെ എടുത്തുകൊണ്ട് ഓടി. മയക്കൂടി വെക്കുന്ന തോക്ക് അതിനകത്തിരിക്കുകയായിരുന്നു. ആ തോക്കും കൂടെ ഇറങ്ങി വെളിയിൽ വന്ന് കഥ അടച്ചു. അപ്പം തിരിച്ച് വന്നപ്പോഴത്തേക്കും തോക്കുണ്ടായത് കൊണ്ട് വീണ്ടും അതിനകത്ത് ഡാർട്ട് ഫില്ല് ചെയ്ത് കഥവ് സ്ലൈറ്റായിട്ട് തുറന്ന് ഇടയിൽ കൂടെ ഡാർട്ട് ചെയ്ത് മയക്കി. അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഈ മൃഗശാലയിലെ ഓപ്പറേഷൻ തിയേറ്റർ വളരെ രസകരമാണ്. എല്ലാവരും പോയി കാണേണ്ട ഒരു സംവിധാനമാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഈ കണ്ണാടി ചില്ലിൻ്റെ വെളിയിലായിട്ടൊരു ഷട്ടറുണ്ട്. ഈ ഷട്ടർ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇത്രയും കട്ടിയുള്ള ഇരുമ്പ് ഷട്ടറാണ്. ആ ഷട്ടർ സ്ലൈഡ് ചെയ്ത് അടയ്ക്കും. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടുവയോ ഒരു പുലിയോ ഒക്കെ ആയിട്ട് ഈ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറി കഴിഞ്ഞ് ഈ ഡോക്ടറിനെയും അസിസ്റ്റ് ചെയ്യുന്നവരെയും അകത്തിട്ട് അടയ്ക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം മൃഗശാല എന്ന് പറയുന്നത് ഈ സിറ്റിക്കകത്ത് ഉള്ള ഒരു മൃഗശാലയാണ്. ഈ മൃഗശാലയിൽ നിന്ന് ഒരു മൃഗം വെളിയിൽ ചാടിപ്പോയി കഴിഞ്ഞാൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒന്നും വേണ്ട, ഒരു ലെപ്പേർഡ് അവിടെ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ചാടി സെക്രട്ടേറിയറ്റിൽ പോയെങ്കിൽ ഈ സിറ്റി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കണ്ടിജൻസി ആയിരിക്കും. പുലി വേണ്ട, ഒരു മാൻ പതുക്കെ ഓടി ആ ട്രാഫിക്കിൻ്റെ ഇടയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിശ്ചലമായി. അപ്പം നമുക്ക് അവിടെ നിന്ന് ഒരു അനിമലെ എസ്കേപ്പ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റോടു കൂടിയാണ് ഈ മൃഗശാലയിലെ ഓപ്പറേഷൻ തിയേറ്ററൊക്കെ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അപ്പം നേരത്തെ കഥ നിങ്ങൾ പറഞ്ഞില്ല, അകത്തിട്ട് കൂട്ടുന്നു. അതെ, അപ്പം അതാണ് അതിൻ്റെ ആ കൺസെപ്റ്റ്. അതാണ്, അതായത് ഡോക്ടർ മരിച്ചാലും കുഴപ്പമില്ല, ഈ വന്യമൃഗം വെളിയിൽ ചാടരുത്, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ചാടരുത് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അതിനകത്തുള്ളത്. അതിനകത്ത് നമുക്ക് വേറെ ശരികേടൊന്നും പറയാനുമില്ല. ഈ ഓപ്പറേഷൻ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഹിപ്പോപ്പൊട്ടാമസിൻ്റെ പല്ലൊക്കെ എടുത്തു. അതൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സൂവിലെ വൈവിധ്യങ്ങളായിട്ടുള്ള മൃഗങ്ങളാണ്, 100-ൽ പരം സ്പീഷീസ് ഉണ്ടെന്ന്. അപ്പോൾ ഈ സ്പീഷീസുകൾ എല്ലാ മരുന്നിലും മയങ്ങില്ല. അപ്പോൾ ഓരോന്നിനും പ്രത്യേകം മരുന്ന് വേണം. ഇതിൻ്റെ കോമ്പിനേഷൻ ഡിഫറെൻ്റ് ആണ്. സാഹചര്യം അനുസരിച്ച് ഇതിൻ്റെ കോക്ടെയിൽ മാറണം. ഇപ്പോൾ നമുക്ക് കടുവയുടെ ഒരു നഖം വെട്ടിയാൽ മതി, അതിൻ്റെ കമ്പിയുടെ ഇടയിൽ കൂടെ കൈ വെളിയിൽ എടുത്തിട്ട് നഖം വെട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഡോസ് കൊടുത്താൽ മതി. എപ്പോഴും ഈ കടുവ ഒക്കെ സൂവിൽ വളരെ വയസ്സാവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നഖം വെട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വളർന്ന് അതിൻ്റെ പോയിനകത്ത് കുത്തി കയറും. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മയക്കേണ്ടി വരും. പക്ഷേ ചില മൃഗങ്ങൾ ഈ പറഞ്ഞ പോലെ ഹിപ്പോപ്പൊട്ടാമസ്, റൈനോസറസ്, ചില ടൈപ്പ് ഡിയേഴ്സ്, ഗോർ, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറ്റോർഫിൻ എന്ന് പറഞ്ഞ മരുന്ന് വേണം. എറ്റോർഫിൻ എന്ന് പറഞ്ഞ മരുന്നെന്ന് പറഞ്ഞാൽ വളരെ പൊട്ടൻ്റാണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം മയങ്ങും, അതുപോലെ ഡേഞ്ചറസുമാണ്. ഇപ്പോൾ എറ്റോർഫിൻ നമ്മുടെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രോട്ടോക്കോളിൽ പറയുന്നത് നമ്മുടെ അസിസ്റ്റൻ്റിൻ്റെയിൽ ഈ എറ്റോർഫിൻ്റെ ആൻറ്റിഡോട്ട് നമ്മളെ കുത്തിവെക്കാനുള്ള ആൻറ്റിഡോട്ട് ലോഡ് ചെയ്ത് കൊടുക്കണമെന്നാണ്. അപ്പോൾ നമ്മളൊരു തംസ് ഡൗൺ സിഗ്നൽ അസിസ്റ്റൻറ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ ആ
ആൻറ്റിഡോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ പ്രിക്കോഷൻസ് എടുത്ത്, കാരണം സ്കിന്നിൽ കൂടെ ഇത് അബ്സോർവ് ചെയ്തു. അപ്പോൾ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രഗ്സ് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും സൂവിൽ. അപ്പം ഈ ഹിപ്പോപ്പൊട്ടാമസിനെ ആണെങ്കിൽ മയക്കണമെങ്കിൽ എറ്റോർഫിൻ വേണം. മാത്രമല്ല ഹിപ്പോപ്പൊട്ടാമസിനെ പോലൊരു ലാർജ് ആനിമലിനെ മയക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് വേണം. കാരണം ഇത്രയും വെയിറ്റുള്ള ആനിമലല്ലേ, ആ വെയിറ്റുള്ള ആനിമൽ കിടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഹാർട്ട് കംപ്രസ്ഡ് ആവും, ലങ്സ് കംപ്രസ്ഡ് ആവും. അപ്പോൾ കാർഡിയോ പൾമണറി ഫങ്ഷൻ പ്രോബ്ലം ആകുമ്പോഴത്തേക്കും അത് ഡെത്തിലേക്ക് വരാം. അപ്പം ഒരു ഡോക്ടറിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ 2 ഹിപ്പോപ്പൊട്ടാമസ് തമ്മിൽ കടി കൂടിയിട്ട് ഈ പല്ലിന് ഒരു അലൈൻമെൻറ്റ് തെറ്റിപ്പോയി. അതായത് ഈ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ പല്ല് നമുക്കറിയാം, വാ തുറക്കുമ്പോൾ ഇങ്ങനെ പാര പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ പല്ല് ഇങ്ങനെ ഒരസിയാണ് ഇതിൻ്റെ ലെങ്ത് കുറയണം. അപ്പോൾ ഈ അലൈൻമെൻറ്റ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇത് നേരെ പോയി മുകളിൽ പോയി കുത്തും. അപ്പോൾ വൈകിട്ടൊരു 4:30 ആയപ്പോഴത്തേക്കും മെസ്സേജ് വരുന്നു, ഒരു ഹിപ്പോപ്പൊട്ടാമസ് വായ അടയ്ക്കുന്നില്ല, വാ തുറന്നു വെച്ചിരിക്കുന്നു, അതിൻ്റെ മുകളിൽ കൂടെ ബ്ലഡ് വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്, വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഒന്നാമത് ഈ ഹിപ്പോപ്പൊട്ടാമസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുന്ന ജീവിയാണ്. ഇതിനെ മയക്കിയാൽ തന്നെ ഇത് തിരിച്ച് വെള്ളത്തിൽ പോകുന്ന അവസരത്തിൽ വെള്ളം ആസ്പിറേറ്റ് ചെയ്ത് പോകാം. അതുപോലെ കരയ്ക്കകത്തിട്ട് നമ്മൾ മയക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഈ അനസ്തെറ്റിക് ഫെയിലിയർ, ഡേഞ്ചർ കൊണ്ടുള്ള ഡെത്ത്, പിന്നെ അങ്ങനെ ഇഷ്യൂസ്. അതുപോലെ തന്നെ ഈ ആനിമലിൻ്റെ ദേഹത്ത് ഒരു ഇഞ്ചക്ഷൻ അടിക്കാൻ ഒക്കില്ല. കാരണം ഇതിൻ്റെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര തിക്കാണ്. നീ ഡാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൂചി ഊരിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ആനിമലിൻ്റെ നമുക്ക് മയക്കുന്നതും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിയൽ ടാസ്ക്കാണ്. അതിന് ടീം ഓഫ് ഡോക്ടേഴ്സ് വേണം. പക്ഷേ നമ്മുടെ സാഹചര്യത്തിൽ പിറ്റേ ദിവസവും ഈ ഹിപ്പോപ്പൊട്ടാമസ് വായും തുറന്നിങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഒരു വലിയ പ്രോബ്ലമാണ് സൂവിൽ. എന്ന് പറഞ്ഞാൽ മീഡിയ എല്ലാവരും വരും, ഇതെല്ലാം TV-യിൽ വരും. പിന്നെ ഇത് നമ്മൾ ആ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഡോക്ടർ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡോക്ടറിനുള്ള ടെൻഷനും സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഇഷ്യൂസാണ്. അപ്പോൾ എനിവേ ഇന്ന് രാത്രി കൊണ്ട് ഈ നേരം വെളുക്കുന്നതിന് മുമ്പ് പ്രശ്നം സോൾവ് ചെയ്യണം. അപ്പം ഇതിനകത്ത് പല ആനിമൽസിനെ നമ്മൾ സൂവിൽ ട്രീറ്റ് ചെയ്യുന്നത് സ്ക്വീസ് കേജ് എന്ന് പറയും. അപ്പോൾ എല്ലാ ആനിമൽസിനെയും നമ്മൾ എപ്പോഴും മയക്കുന്നത് ശരിയല്ല. അപ്പോൾ ചെറിയ അസുഖം വന്നിരിക്കുന്ന ആനിമൽ, അത് നമുക്ക് ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി, മരുന്ന് കൊടുത്താൽ മതി എന്നുള്ളൊരു ആനിമലിനെ നമ്മൾ മയക്കിക്കഴിഞ്ഞാൽ അത് കൂടുതൽ അതിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാകും. അപ്പോൾ ഇവരെ സ്ക്വീസ് ചെയ്തിട്ട് മരുന്ന് കൊടുക്കുന്ന സംവിധാനമാണ് സ്ക്വീസ് കേജ്. അതായത് ഇങ്ങനെ ഇതിങ്ങനെ ചേർന്ന് വന്നിട്ട് അനങ്ങാൻ പറ്റാതാകുമ്പോഴത്തേക്ക് ഈ കമ്പിയുടെ ഇടയിൽ കൂടെ ഡോക്ടർ കൈയിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതാണ് സ്ക്വീസ് കേജ്. അപ്പോൾ ഈ ഹിപ്പോപ്പൊട്ടാമസിന് സ്ക്വീസ് കേജ് ഇല്ല. ഇത്രയും വലിയ മൃഗത്തിനെ സ്ക്വീസ് ചെയ്ത് വെക്കാനുള്ളൊരു സംവിധാനമില്ല. അപ്പോൾ അവിടെ ആകെക്കൂടി ഉള്ളത് നൈറ്റ് ഷെൽട്ടർ എന്ന് പറയും. അതായത് ഈ വെള്ളത്തിൽ നിന്ന് കയറി ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് ഒരു മുറിക്കകത്ത് ഇടുന്ന ഒരു ഫെസിലിറ്റി. ആ ഫെസിലിറ്റിക്കകത്താണെങ്കിൽ ഷട്ടറുകളുണ്ട്. ആ ഷട്ടറുകളിൽ കമ്പികളുണ്ട്. അപ്പോൾ ഹിപ്പോപ്പൊട്ടാമസ് ഇടിച്ച് പൊടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ വലിയ കനത്തിലുള്ള കമ്പി അഴികളാണ്. അപ്പം എൻ്റെ വിശ്വസ്തരായിട്ടുള്ള കുറച്ച് കീപ്പേഴ്സിനെ വിളിച്ചു. അവർ ഈ വൈകിട്ട് 5 മണിക്ക് ശേഷം അവർ നിന്നിട്ട് ഈ ഹിപ്പോപ്പൊട്ടാമസിനെ നേരെ ആ സ്ക്വീസ് കേജിനകത്തേക്ക് കയറ്റിയിട്ട് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയറ്റിയത്. എന്നിട്ട് ഇത് എന്താണെന്ന് അറിയണമല്ലോ, എന്താ പറ്റിയെന്ന് അറിയണമല്ലോ. അപ്പം ഈ ഹിപ്പോപ്പൊട്ടാമസിനെ അതിന് പേര് എന്താണെന്ന് അറിയത്തില്ല. ബുക്കിലൊരു പേരുണ്ട്, രാമു എന്ന് പറഞ്ഞിട്ടൊരു പേരുണ്ട്. അതുവരെ അതിനെ ആരും തൊട്ടിട്ടില്ല. എത്രയോ വർഷങ്ങളായിട്ട് ഇതുള്ളതാണ്. അങ്ങനെ ഒരു പേര് വിളിക്കുകയോ അതിനെ അങ്ങനെ മറ്റ് മൃഗങ്ങളെ പോലെ നമ്മൾ തൊടുകയോ തലോടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ഈ കമ്പിയുടെ ഇപ്പുറത്ത് നിന്നിട്ട് പതുക്കെ ഇവനെ അടുത്ത് വന്നപ്പോഴത്തേക്കും കൈ വെച്ചിട്ട് ചുമ്മാതെ രാമു എന്നിങ്ങനെ വിളിച്ച് ഒരു അരമണിക്കൂറോളം ഇവൻ്റെ ദേഹത്ത് ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നു. ഈ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ശരീരം അറിയാൻ ഭയങ്കര സ്ലൈമിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മോഷൻ പോകുമ്പോഴേ ഇതിങ്ങനെ ആ ടെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാഡിൽ പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ചാണകം പോലത്തെ സാധനം ദേഹം മൊത്തം തെറിക്കും. അതിൻ്റെ ദേഹത്തും തെറിക്കും, അതിൻ്റെ കൂടെ വന്ന് നിൽക്കുന്ന നമ്മുടെ ദേഹത്തും തെറിക്കും. പിന്നെ ഇവർ ഈ
വെള്ളത്തിൽ കിടക്കുന്ന ആനിമലായതുകൊണ്ട് നമ്മളൊരു മുറിയിൽ കയറ്റി കഴിഞ്ഞാൽ അത് ഡ്രൈ ആവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് മുകളിൽ ഷവേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷവർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം മഴ പെയ്ത പോലെ വീഴുന്നുണ്ട്. ഇവനിങ്ങനെ പാഡിൽ ചെയ്ത് ചാണകം കംപ്ലീറ്റ് തെറിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ അതും ഈ നൈറ്റ് ഷെൽട്ടേഴ്സിൽ നമ്മൾ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാറില്ല. കാരണം രാത്രി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അവിടെ ഒരു ലൈറ്റ് വന്നിട്ട് ഈ വന്യമൃഗങ്ങൾക്ക് ഒരു ശല്യമാവാതിരിക്കാൻ വേണ്ടി ഇതിനകത്ത് നമുക്ക് ലൈറ്റ് കണക്ഷനും ഇല്ല. അപ്പോൾ അങ്ങനെ ഈ ഇരുട്ടത്ത് ഈ ചാണകം തെറിച്ച് വെള്ളത്തിൻ്റെ ഇടയിൽ ഡോക്ടർ ഏതാ ഹിപ്പോപ്പൊട്ടാമസ് ഏതാന്ന് അറിഞ്ഞുകൂടാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. പക്ഷേ ഒരു അരമണിക്കൂർ ഇവനെ ഇങ്ങനെ തടവി കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മിറക്കിളാണ് അവിടെ സംഭവിച്ചത്. ഇവനെങ്ങനെയോ മനസ്സിലായി ഈ ഡോക്ടർ വന്നേക്കുന്നത് അവനെ രക്ഷിക്കാനാണെന്നുള്ള ഒരു തോന്നൽ അവനുണ്ടായിട്ട് അവനവിടെ കിടന്നു തന്നു. അപ്പോൾ കിടന്നു തന്നപ്പോഴത്തേക്കും ഞാൻ പതുക്കെ ഈ കമ്പിയുടെ ഇടയിൽ കൂടെ എൻ്റെ കൈ ഇട്ട് അവൻ്റെ വായ്ക്കകത്ത് കയറ്റി ഇങ്ങനെ തട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും വാ തുറന്നു തന്നു. വാ തുറന്ന് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ട് ഈ പല്ലിൻ്റെ അപ്പുറത്തെ സൈഡിലെ പല്ലിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ക്രാക്ക് ചെയ്തിട്ട് പല്ലിൻ്റെ ബേസ് ക്രാക്ക് ചെയ്ത് ആണ് ഈ അലൈൻമെൻറ്റ് തെറ്റിയേക്കുന്നത്. എന്നിട്ടാണ് ഇത് മുകളിൽ കുത്തി കയറിയേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്രാക്ക് ചെയ്ത പല്ലിനെ അവിടെ നിന്ന് കംപ്ലീറ്റായിട്ട് ക്രാക്ക് ചെയ്ത് പൊട്ടിച്ച് എടുക്കണം. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞ കൈ വായിക്കാത്തിരിക്കുമ്പോൾ ഇവൻ തലയൊന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈ ഒടിഞ്ഞു പല പീസാവും. അപ്പം ഇതിനകത്തൂടെ അവൻ്റെ വായിൽ കൈയിട്ട് അവൻ്റെ പല്ല് തൊടാനൊക്കെ ഇവൻ സമ്മതിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇളക്കാനായിട്ട് ഒരു ശ്രമം നടത്തി നോക്കും. നമ്മുടെ കൈ വെച്ച് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കമ്പി ഞങ്ങൾ ഡിവൈസ് ചെയ്തു. ഒരു കമ്പിയിൽ അറ്റത്തിങ്ങനെ ഒരു വളച്ചെടുത്തിട്ട് ഡിവൈസ് ചെയ്തിട്ട് ഇത് വായിക്കകത്ത് വെച്ച് പതുക്കെ ഈ പല്ലിനെ ഇങ്ങനെ തിരിച്ച് ട്വിസ്റ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ ട്വിസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഇവന് വേദന വരുമ്പോഴത്തേക്ക് ഇവൻ എഴുന്നേക്കും, ഒരു റൗണ്ട് അടിക്കും, പിന്നെയും വന്ന് അവിടെ കിടന്നു വരും. അങ്ങനെ 10 തവണയായിട്ട് ഇവൻ എഴുന്നേറ്റ് പോയി റൗണ്ട് അടിച്ച് അവിടെ കിടന്നു നിന്ന് ഫൈനലി ഈ പല്ല് ഫുള്ളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി. പക്ഷെ ക്രാക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അതിനെ ഇളക്കി മാറ്റാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പല്ല് കവർ ചെയ്തേക്കുന്നത് തിക്ക് ഇനാമലാണ്. അപ്പം നമ്മുടെ പല്ലിൽ വെളിയിൽ ഇനാമലില്ലേ, അതുപോലെ ഇവൻ്റെ പല്ലിലുള്ള ഇനാമൽ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയായതാണ്ട് നമ്മുടെ ഈ ചെറിയ ലെതർ ബാഗിൻ്റെയൊക്കെ ലെതറിൻ്റെ അത്രയും കട്ടിയുണ്ട്. പിന്നെ അത് എടുക്കണമെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പിന്നെ ഒരു റോപ്പിൽ നമ്മൾ ന്യൂസ് ഉണ്ടാക്കി അതിനകത്ത് കെട്ടി പതുക്കെ വലിച്ചെടുത്തു. അതിന് എൻ്റെ കൂടെ സൂവിലെ നല്ല കീപ്പേഴ്സ് ഇങ്ങനെ കുറച്ച് കീപ്പേഴ്സ് ഉണ്ട്. അവർ നമ്മൾ ഇങ്ങനത്തെ ടാസ്ക് ഇങ്ങനെയൊക്കെ ഉള്ള ടാസ്ക് വരുമ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടെ വന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം അത് എടുത്ത് അവൻ കംപ്ലീറ്റ്ലി റിലീവ്ഡായി. അവസാനം ഇപ്പോൾ അവൻ തിരുപ്പതി സൂവിലുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സിംഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് നടത്തിയപ്പം അവിടെ തിരുപ്പതി സൂവിൽ ഹിപ്പോ ഇല്ലായിരുന്നു. അപ്പോൾ അവരുടെ കൂട് കെട്ടിയിട്ട് കുറേ നാളുണ്ടായിരുന്നു. അപ്പം ആ ഹിപ്പോയെയും പിന്നെ ഇവിടുന്ന് ഒരു പെൺ ഹിപ്പോയും കൂടെ ചേർത്ത് അങ്ങ് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഈ മെയിൽ അഗ്രഷൻ ഇപ്പോൾ ഇല്ല. ആണുങ്ങൾ തമ്മിലാണ് ഈ അടി നടക്കുന്നത്. അതും ഫീമെയിൽസിന് വേണ്ടിയിട്ടാണ് അടി നടക്കുന്നത്. അപ്പോൾ ഇപ്പം ആ ആണിനെ അങ്ങ് മാറ്റിക്കഴിഞ്ഞപ്പോൾ മറ്റവൻ സ്വതന്ത്രനായിട്ട് ഫീമെയിൽസിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തിടെ കുട്ടിയും ഉണ്ടായി. ഇപ്പം അത് എത്ര മണിക്കൂർ എടുത്തു ആ സർജറി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ? ലൈറ്റും ഇല്ല, എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു അത് നമ്മളൊരു 6 മണിക്ക് തുടങ്ങി ഒരു 7:45 തീർന്നു. ഒരു എന്താ പറയുക, അത് ഈ മൃഗങ്ങൾക്ക് ശരിക്കും അവരുടെ ഒരു എന്താ പറയുന്നത് ഒരു ട്രസ്റ്റ് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം നമ്മൾ ഒരു മൃഗത്തിനെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ അവനെ വേദനിപ്പിക്കില്ല, അവനെ ഉപദ്രവിക്കാനല്ല എന്ന് നമ്മൾ ആ ആനിമലിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെപ്പോഴും വേണ്ടുന്ന ആനിമൽ എത്തോളജി എന്ന് പറയും. ആനിമൽ ബിഹേവിയർ പഠിക്കുന്ന ആ സയൻസിനെയാണ് ആനിമൽ എത്തോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ ബിഹേവിയർ നമ്മൾ പഠിക്കണം, പിന്നെ ഇവരുടെ അനാറ്റമി നമ്മൾ അറിയണം, അവരുടെ ഫിസിയോളജി അറിയണം. ചിലപ്പം ചില മൃഗങ്ങൾ ഒരു ദിവസം കഴിച്ചില്ല എന്നിരിക്കും, ചിലപ്പോൾ ആ ഫീമെയിൽ ഹീറ്റിലേക്ക് വന്ന ദിവസമായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സൈക്കിൾ നമ്മൾ അറിഞ്ഞിരിക്കണം, എപ്പോഴാണ് ഹീറ്റിൽ വരുന്നത്, അപ്പോൾ ആ ഹീറ്റ് പീരീഡാണോ, അതെങ്ങനെ അറിയാൻ പറ്റും.
അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റായിട്ട് നമ്മുടെ കളക്ഷനിലുള്ള മൃഗങ്ങൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം, അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ആനിമൽസിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത പെത്തോളജി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം മൃഗങ്ങൾക്ക് എന്താണ് അസുഖം എന്ന് അവർക്ക് പറയാൻ പറ്റില്ല, നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇവരുടെ നിന്ന് നമ്മൾ സാമ്പിൾസ്, ബ്ലഡ് സാമ്പിൾസ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കുമ്പം നമുക്കറിയാൻ പറ്റും. ഇപ്പം താങ്കൾ സർവീസിനകത്ത് എന്തെങ്കിലും ഈ തിരുവനന്തപുരം മൃഗശാലയിൽ ഈ എന്തെങ്കിലും ഈ രോഗങ്ങൾ വളരെ രീതിയിൽ രൂക്ഷമായി അതിനെ പരിഹരിക്കാനുള്ളൊരു മാർഗ്ഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത ഒരു ചിത്രം, ഞാൻ 2011 അവിടെ ഡോക്ടറായിട്ട് പോസ്റ്റഡ് ആവുന്നത്. ആ സമയത്ത് നമ്മുടെ മാസ്റ്റർ പ്ലാനൊക്കെ സൂവിനൊക്കെ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ നമ്മൾ 10-20 കൊല്ലത്തേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഡൽഹിയിൽ പോയി സെൻട്രൽ സൂ അതോറിറ്റിയിൽ പ്രസൻറ്റ് ചെയ്യണം. അത് പിന്നെ സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓരോ പുതിയ പുതിയ കൺസ്ട്രക്ഷൻസും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യത്തിൽ ആദ്യം ചെയ്യേണ്ട ഒരു മാസ്റ്റർ പ്ലാൻ. അപ്പോൾ ആ മാസ്റ്റർ പ്ലാൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയി ഡൽഹിയിൽ പോയി പ്രസൻറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം എൻ്റെ അടുത്ത് ഒരു കീപ്പർ പറയുന്ന, അദ്ദേഹത്തിൻ്റെ പേര് പരമേശ്വരൻ എന്ന്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നല്ലൊരു കീപ്പറാണ്. അപ്പോൾ കീപ്പർ ഈ ആനിമലിൻ്റെ ഒബ്സർവേഷൻ ഭയങ്കര, ഈ ഇൻഫർമേഷൻ ഡോക്ടറിന് തരുമ്പോഴാണ് നമ്മളത് കൂട്ടി വായിച്ച് അസുഖമാണ് എന്താണെന്നൊക്കെ ഉള്ളൊരു ഇതിൽ അറൈവ് ചെയ്ത്. അപ്പം നമ്മുടെ രാഹുൽ എന്ന് പറഞ്ഞ ഒരു കടുവ, അപ്പോൾ ഈ കടുവയെ ഡെയിലി ഫീഡ് ചെയ്യുന്നത് ഈ കീപ്പറാണ്. അപ്പോൾ ഈ കീപ്പർ പരമേശ്വരൻ എൻ്റെ അടുത്ത് പറയുന്നു, സാറേ ഇന്ന് ഇത് ഒന്നും കഴിച്ചിട്ടില്ല, ഒരു ദിവസമേ ഉള്ളൂ. അത് വളരെ, ഈവൻ കഴിക്കാതെ അങ്ങനെ ഇരിക്കത്തില്ല, അവൻ കൊടുക്കുന്ന എല്ലാം കഴിക്കാറുള്ളതാണ്, ഇന്ന് കഴിച്ചിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് ഒരു സൺഡേ ആണ്, ഞായറാഴ്ചയാണ് അത് പറയുന്നത്. അപ്പം ഞാനത് നോക്കി. അപ്പോൾ ഇതുപോലെ ഈ നമ്മളെ ഡോഗ്സിനെയും ക്യാറ്റിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തെർമോമീറ്റർ ഒന്നും എടുത്ത് വെച്ച് കടുവയുടെ നോക്കാൻ പറ്റില്ല. അപ്പോൾ ഈ തെർമൽ ഇമേജിങ് ക്യാമറയും നമ്മുടെ കോവിഡൊക്കെ വന്നപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ സാധനം വെച്ചിട്ടേ നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ ആ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ ഒക്കെ നോർമലാണ്. ഈ കടുവയുടെ ഒന്ന് മൊത്തത്തിൽ അവനൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. കണ്ണൊക്കെ ഒരു ഗ്ലിസണിങ് ഒക്കെ ആണെങ്കിലും കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു പീള വന്നിരിപ്പുണ്ട്. സാധാരണ എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര ലിക്ക് ചെയ്ത് നല്ല ക്ലിയർ ആക്കുന്നത്. അപ്പം പക്ഷേ എന്നാൽ വലിയൊരു സിവിയറായിട്ടുള്ളൊരു എയിലിംഗ് അസുഖം തോന്നിക്കണമല്ലോ. അപ്പം എന്തായാലും ഒരു ദിവസം കൂടെ നോക്കാം. ഞാൻ സൺഡേ കഴിഞ്ഞ് മൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഈ ലാർജ് ഫെലറ്റ്, സിംഹം, കടുവ അങ്ങനെയുള്ള ആനിമൽസിന് അന്ന് ഫുഡ് കൊടുക്കത്തില്ല. മൺഡേ മൃഗശാല അവധിയാണല്ലോ. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വയറൊന്ന് ശുചിയാവാനായിട്ട് ഫാസ്റ്റിംഗ് പോലെ. അപ്പം മൺഡേ വേറെ വന്ന് നോക്കി കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫുഡ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അവൻ ആഹാരം കഴിക്കുന്നതെന്ന് അറിയാനും പറ്റണില്ല. ട്യൂസ്ഡേ ഇതുപോലെ ആഹാരം കൊടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും കഴിക്കണം. അപ്പോൾ അലാം ബെല്ലായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഉടനെ അവനെ സ്ക്യൂസിലോട്ടാക്കണം. അങ്ങനെ സ്ക്യൂസിലേക്ക് മാറ്റി. അപ്പോൾ ആ കാലത്ത് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു മൈക്രോസ്കോപ്പ് ഉണ്ടായിരുന്നു. ആ മൈക്രോസ്കോപ്പിൽ മോണിറ്ററും നമുക്ക് അതിനകത്ത് ബാറ്ററി, ഇൻബിൽറ്റ് ബാറ്ററിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൈക്രോസ്കോപ്പുമായിട്ട് സ്ക്വീസ് കേജിൻ്റെ അടുത്ത് പോയി ഇവൻ്റെ വാലിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്ത്. നമുക്കറിയാം ഒരു കടുവയുടെ കയ്യിൽ നിന്നോ കഴുത്തിൽ നിന്നോ ഒന്നും ബ്ലഡ് എടുക്കാൻ പറ്റത്തില്ല. അപ്പം വാലിനെ പിടിച്ച് പതുക്കെ ആ സ്ക്വീസ് കേജിൻ്റെ കമ്പി അഴിയെ കൂടെ വെളിയിലെടുത്തിട്ട് അതിലെ വെയിനിൽ കൂടെ ബ്ലഡ് എടുത്ത് ഞാൻ ഈ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയ ആ നിമിഷം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ഇങ്ങനെ ട്രിപ്പനസോംസ് എന്ന് പറയും. അതായത് ഈ ട്രിപ്പനസോം എന്ന് പറഞ്ഞൊരു പരാതം, ട്രിപ്പനസോമ ഇവാൻസി എന്ന് പറഞ്ഞൊരു പരാതം ഈ കംപ്ലീറ്റ് ബ്ലഡിൽ ഇങ്ങനെ തത്തി കളിക്കുകയാണ് സാർ. അപ്പോൾ ട്രിപ്പനസോമിയാസിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഈ കടുവകളിലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഈ വായിച്ച ബുക്കുകളുടെ താളുകൾ ഇങ്ങനെ ബ്രെയിനിൽ കൂടെ പോവുകയാണ്. നന്ദൻകാനൻ സൂവിൽ 15 ടൈഗർ ട്രിപ്പനസോമിയാസിസ് ചത്തുപോയി. തൃശ്ശൂർ സൂവിൽ പണ്ട് 8 എണ്ണം മരിച്ചുപോയി. അപ്പോൾ ഞാനാണെങ്കിൽ ചെന്ന് ചാർജ് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഇങ്ങനൊരു ഡെത്ത് നടന്നു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു ഇതിലേക്ക് വരും.
പലതും ട്രീറ്റ് ചെയ്താൽ അത് ട്രീറ്റ് ചെയ്യുന്ന നന്ദൻകാനൻ സൂവിൽ ഈ 15 ടൈഗറിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്യുന്ന വേളയിലാണ് ഇത് ചത്തുപോയത്. അപ്പോൾ ഈ ഭയവും ഇത് ബുക്കിഷായിട്ടുള്ള ഇതും ഈ കണ്ട കാഴ്ചയും മൈക്രോസ്കോപ്പിയും എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാന്തനെ പോലെ ഞാനിങ്ങനെ ഒരു 5 മിനിറ്റ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മൈക്രോസ്കോപ്പിൽ നോക്കിയിരിക്കുക. ഉടനെ തന്നെ അപ്പോൾ അതിൻ്റെ മരുന്ന് സാധാരണഗതിയിൽ ഇത് അത്ര കോമൺ ആയിട്ടുള്ള അസുഖം അല്ലാത്തതുകൊണ്ട് ഇവിടെ എങ്ങും ഇല്ല. അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ തൃശ്ശൂർ ഒരു മെഡിക്കൽ സ്റ്റോറിൽ മരുന്നിരിപ്പുണ്ട്. അപ്പോൾ ഉടനെ തന്നെ തൃശ്ശൂർ സൂവിലെ മൃഗശാലയിലെ സൂപ്രണ്ടിനെ വിളിച്ച് പറഞ്ഞ് അവിടുന്ന് ഈ മരുന്ന് വാങ്ങിച്ച് അന്നേരം തന്നെ രാത്രിയിൽ ഈ മരുന്ന് എത്തിച്ചു. ആ മൺഡേ രാത്രി തന്നെ ഇവിടെ മരുന്ന് എത്തിച്ചു. ആ മരുന്ന് കൊടുത്തു. മരുന്ന് കൊടുക്കുമ്പോഴും ഒരുപാട് സൈഡ് എഫക്റ്റ് വന്നിട്ട് അപ്പം തന്നെ ചത്തുപോകാനും ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞാൽ ഇതെല്ലാം ഈ ട്രിപ്പനസോംസ് പോയിട്ട് ബ്രെയിൻ സ്റ്റെമ്മിൽ പോയിരുന്ന് അവിടെ നിന്ന് ഡെത്തായിട്ട് വരാം. അങ്ങനെയാണ് ഡെത്ത് വരുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സമയത്ത്. എനിവേ അതെല്ലാം കണ്ടറിഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇവൻ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്തു. പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്തെന്ന് മാത്രമല്ല, വേറെ കടുവയിലും മറ്റ് ആനിമൽസിലും ഇത് ഈ പനി വന്നപ്പോൾ തന്നെ ഇതാണെന്ന് കണ്ടുപിടിക്കാനും അവരെ എല്ലാം രക്ഷിക്കാനും പറ്റി. എന്നിട്ട് ഈ കടുവയെ നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിൽ ആദ്യമായിട്ട് ഈ പല നമ്മൾ മൈസൂറും ഒക്കെ പോകുമ്പോൾ അവിടെ എല്ലാം ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഓരോ മൃഗങ്ങളെ ദത്തെടുക്കും. ഇപ്പോൾ സിനിമാ നടന്മാർ രാഹുൽ ദ്രാവിഡ് അങ്ങനെയൊക്കെ ഓരോരുത്തരെ ദത്തെടുത്തിട്ട് അതിൻ്റെ എല്ലാ ചിലവും അവർ വഹിക്കും. അത് നമ്മുടെ മൃഗശാലയിൽ അങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഈ ഒരു കടുവയെ ദത്തെടുക്കാനായിട്ട് ലയൺസ് ക്ലബ്ബ് മുന്നോട്ട് വന്നു. അപ്പോൾ അങ്ങനെ ട്രിവാൻഡ്രം ലയൺസ് ക്ലബ്ബ് ഒരു കടുവയെ ദത്തെടുക്കാമെന്ന് പറയുകയും അവർ കുറച്ച് ലക്ഷം രൂപ അതിനായിട്ട് സർക്കാരിലേക്ക് അടയ്ക്കുകയും അങ്ങനെ ആ സുദിനത്തിൽ ഈ രാഹുലിനെ തന്നെ ലയൺസ് ക്ലബ്ബ് ദത്തെടുക്കുന്നു. അന്ന് പിറ്റേ ദിവസത്തെ പത്രത്തിലേക്ക് തലക്കെട്ട് ഞാനിപ്പോൾ എപ്പോഴും ഓർക്കുന്നുണ്ട്, ലയൺസ് അഡോപ്റ്റിംഗ് ടൈഗർ. അന്ന് നമ്മുടെ സൂവിലെ മിനിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഫങ്ഷനിൽ എന്നെ ട്രീറ്റ് ചെയ്ത് റെഡിയാക്കിയ ഡോക്ടറിനും കൂടെ സഹായിച്ച കീപ്പേഴ്സിനൊക്കെ ഒരു പൊന്നാട അന്ന് തരികയും ആദരിക്കുകയൊക്കെ ഉണ്ടായി. ഇത് മറക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് സൂ ജീവിതത്തിലെ. ഈ സൂവിലെ ഡോക്ടർ എനിക്ക് ഒരുപാട് തവണ മയക്കുവെടി വെക്കേണ്ടി വരും, പക്ഷേ സൂവിൻ്റെ അകത്തും അല്ലെങ്കിൽ പുറത്തും. അതിൽ ഏറ്റവും റിസ്ക് ആയി തോന്നിയത് ഏതായിരുന്നു? റിസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റിസ്ക്കിയാണ്. കാരണം നമ്മൾ ഒരു കാര്യം, നമ്മളൊരു മനുഷ്യനെ മയക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ കംപ്ലീറ്റ് ബ്ലഡ് പിക്ചർ നമ്മളെടുക്കും. എന്നിട്ട് ഈ റിപ്പോർട്ടും എല്ലാം കൂടെ ചെന്നിട്ട് അനസ്തീഷിയോളജിസ്റ്റിനെ കാണും. എന്നിട്ട് അനസ്തീഷ്യ ഡോക്ടറിൻ്റെ അടുത്ത് ഇപ്പോൾ നടുവേദന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അതിൻ്റെ MRI എടുക്കാൻ പറയും. അല്ലെങ്കിൽ വേറെ എന്തുണ്ടെങ്കിൽ അതിൻ്റെ കാർഡിയോളജി ഡോക്ടറിനെ പോയി കാണാൻ പറയും. ഇതെല്ലാം പോയി കണ്ട് ഈ റിസ്ക് എല്ലാം ഒഴിവാക്കിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ സർജറി ഡേറ്റ് ഫിക്സ് ചെയ്യുകയും അനസ്തീഷ്യോളജിസ്റ്റ് വന്നിട്ട് അനസ്തീഷ്യ കൊടുക്കുകയും. എന്നാൽ മൃഗങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഒരു സിംഹത്തിൻ്റെ കൂട്ടിൽ ഒരാൾ ചാടി, ആ സിംഹത്തിന് ഇനി വയ്യെങ്കിലും പിടിക്കുന്നില്ല, അതിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിറ്റുവേഷൻ ഇതിൽ നമ്മൾ മയക്കൊടി വെച്ച് മയക്കുക എന്നുള്ളത്. മയക്കൊടി വെച്ച് എങ്ങനെ ചത്തുപോയി കഴിഞ്ഞാൽ ആ ഡോക്ടറിൻ്റെ കാര്യം തീർന്നു, അന്നത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ അവസ്ഥ തീർന്നു. ഇത് സാധാരണ ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പോൾ ഒരു മൃഗത്തിൻ്റെ ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്നൊന്നും നമുക്ക് നോക്കാൻ പറ്റാതെയാണ് പലപ്പോഴും നമ്മൾ മയക്കുടി വെക്കുന്നത്. സൂവിനകത്ത് ഇപ്പോൾ ഒരു കുരങ്ങൻ കയറി വന്നു, അതിനെ മയക്കുടി വെക്കണം. ആ കുരങ്ങൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ അവൻ്റെ ഹെൽത്ത് എന്താണെന്നോ ഒന്നും നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ ഒരു സ്ട്രേ ഡോഗ് കയറി വന്നു, അതിനെ ഡാർട്ട് ചെയ്ത് പിടിക്കണം. അല്ലെങ്കിൽ ഒരു മൃഗം എസ്കേപ്പ് ചെയ്ത് പോയി, അതിനെ ഡാർട്ട് ചെയ്ത് പിടിക്കണം. അപ്പോൾ ഇത് എപ്പോഴും റിസ്ക്കിയാണ്. പിന്നെ ഈ കടുവ, പുലി, സിംഹം അതുപോലത്തുള്ള ജീവികളെ മയക്കൊടി വെച്ച് അത് മയങ്ങിയോ ഇല്ലയോ എന്ന് ഡോക്ടറാണ് ആദ്യം കയറിപ്പോയി നോക്കേണ്ടത്. നമ്മൾ പലപ്പോഴും മയക്കൊടി വെക്കുമ്പോഴത്തേക്ക് ആ സിറിഞ്ചിലെ മരുന്ന് പൂർണ്ണമായിട്ട് കയറണമെന്നില്ല. ചിലപ്പോൾ തൊലിയുടെ അടിയിലിരുന്ന് കാണും, സ്കിന്നിലിരുന്ന് കാണും, ചിലപ്പോൾ അത് ഡിസ്ചാർജ് ചെയ്ത് കാണത്തില്ല. ദൂരെ നിന്ന് നമ്മൾ മയക്കൊടി വെക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ഡിസ്ചാർജ് ആയോ എന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഈ ഇമ്മൊബിലൈസേഷൻ്റെ പല സ്റ്റേജസ് ഉണ്ട്. ഈ സ്റ്റേജസിൽ ഇത് എത്രത്തോളമായി, ഇത് റിസ്ക് ഫ്രീ ആയോ എന്നൊക്കെ ഉള്ളത് നല്ല ഒരു നോളജ്, എക്സ്പീരിയൻസും സ്കില്ലും ഈ ഡോക്ടറിന് ഇല്ല എന്നുണ്ടെങ്കിൽ അത് അപകടത്തിലേക്ക് തന്നെ പോകും. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു കടുവയോ സിംഹത്തിനെ മയക്കിയിട്ട് ഡോക്ടർ പോയി ഒരു എന്താ പറയുന്നത്, ഒരു ഇച്ചിരി നീളമുള്ള ഒരു മുളഞ്ചില് പോലെ ഒരു എടുത്തിട്ട്
ചെവിക്കകത്ത് തോണ്ടി നോക്കും. ചെവിക്കകത്ത് തോണ്ടി നോക്കുമ്പോഴത്തേക്ക് ചെവി അനങ്ങുന്നുണ്ടെങ്കിൽ മയങ്ങിയിട്ടില്ല എന്നാണ്. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നല്ല മയക്കം അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ കാര്യം പോക്കാണ്. അപ്പം ഈ നമ്മുടെ കീപ്പേഴ്സ്, ഇതിനെ എടുക്കാൻ വരുന്ന കീപ്പേഴ്സിൻ്റെ എല്ലാം ലൈഫ് ഈ ഡോക്ടറിൻ്റെ കയ്യിലാണ്. അദ്ദേഹത്തിന് അതിൻ്റെ സ്കില്ലില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അപകടത്തിലായി. അപ്പം പക്ഷേ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കടുവയും സിംഹവും എല്ലാം തറയിൽ നിൽക്കുന്ന ആനിമൽസ്, അതായത് ടെറസ്ട്രിയൽ ആനിമൽസ്. അവരെ മയക്കുടി വെച്ച് കഴിഞ്ഞാൽ ഒന്നീ കൂട്ടിനകത്ത് കാണും, അല്ലെങ്കിൽ ആ എൻക്ലോഷറിനകത്ത് കാണും. നമുക്ക് കയറുകയോ എടുക്കുകയോ ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു ഡാർട്ടും കൊണ്ട് അടിക്കണോ വേണ്ട എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ അപ്പോൾ നമുക്ക് വീണ്ടും ഡാർട്ട് ചെയ്യാം. ആനയെപ്പോലെ ഇത്ര വലിയൊരു മൃഗമാണെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന മരുന്ന് വളരെ കുറച്ച് ആദ്യം കൊടുക്കുകയുള്ളൂ. എല്ലാം കൂടെ കൊടുത്ത് മയങ്ങി ആന നെഞ്ചും കുത്തി വീണ് കഴിഞ്ഞാൽ ചത്തുപോകും. അപ്പം നമ്മൾ ആദ്യം മരുന്ന് കൊടുത്ത് അതിൻ്റെ ആക്ഷൻ അതിനെങ്ങനെയുണ്ട്, ഈ മൃഗത്തിൻ്റെ വെയിറ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ആനയ്ക്ക് ഇത്ര ടണ്ണുണ്ട്, അപ്പോൾ ആ ടണ്ണിൻ്റെ എല്ലാം കാൽക്കുലേഷൻ വരുന്നത് ഡോക്ടറിൻ്റെ ഒബ്സർവേഷനിലാണ്. ഇപ്പം 3 ടണ്ണുള്ള ആനയ്ക്ക് നമ്മൾ 6 ടണ്ണെന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്ത് മയക്കുപൊടി ഒറ്റ വെടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കിയായി. അപ്പം ഡോക്ടർ എന്ത് ചെയ്യും, ആ ഒരു റിസ്ക് കുറയ്ക്കാനായിട്ട് അത്രയും ഡോസ് കൊടുക്കില്ല. വേണമെന്നുണ്ടെങ്കിൽ ആ ഡോസ് ടോപ്പ് അപ്പ് ചെയ്യും. അപ്പോൾ നമുക്കറിയാലോ അരിക്കൊമ്പൻ്റെ കേസിൽ 2 മയക്കുപൊടി വെച്ചു 3 മയക്കുപൊടി വെച്ചു എന്നൊക്കെ പറയുന്നത് എൻ്റെ റീസൺ ഇപ്പം പിടിക്കുന്നത്. അതിനെ സേഫാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോസ് കുറച്ചത്. ഡോസ് കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ പോയി നമുക്ക് വേണേൽ ടോപ്പ് അപ്പ് ചെയ്യാം. എനിവേ, പക്ഷേ ഇതെല്ലാം ടെറസ്ട്രിയൽ ആനിമൽസിൻ്റെ കാര്യം. പക്ഷെ ടെറസ്ട്രിയൽ അല്ലാത്ത ഒരു ആനിമലുണ്ട്, കുരങ്ങൻ. ഈ കുരങ്ങിനെ മയക്കുപൊടി വെക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു ടാസ്ക്. കാരണം ഇവൻ ഈ മയക്കുപൊടി വെക്കുമ്പോഴത്തേക്ക് മയക്കുപൊടി കൊണ്ടിട്ട് ഇവൻ എന്താ ചെയ്യുന്നത്, മരത്തിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് പോയിരുന്നിട്ട് അവിടെ നിന്നെങ്ങാണ് ഇത് താഴെ വീണ് ചത്തുപോയി കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ കാര്യം തീർന്നു. എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുരങ്ങനെ മയക്കുപൊടി വെക്കണമെന്നുണ്ടെങ്കിൽ ഇവനെ പൊസിഷൻ ചെയ്യാൻ ഒരു വലിയ ഇഷ്യൂ ആണ്. കാരണം ഇവനിങ്ങനെ ചാടി ഓടി നടക്കുന്ന സാധനമാണ്, ശരീരം വളരെ ചെറുതാണ്. അത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഈ ഗ്ലൂട്ടിയൽ മസിൽ ആ പൃഷ്ഠഭാഗത്ത് തന്നെ ഇത് കൊള്ളണം. കാരണം ഈ സൂചി ചെന്നിട്ട് നേരെ ബ്ലഡ് വെസലിനകത്ത് അക്കപ്പക്ക ജുഗുലാർ വെയിനിൽ കയറിപ്പോയി, അല്ലെങ്കിൽ തൊറാക്സിനകത്തേക്ക് കയറിപ്പോയി, അല്ലെങ്കിൽ അബ്ഡോമിനകത്ത് കയറിപ്പോയി, ഡേഞ്ചറായി. ആ മയക്കുപൊടി കൊണ്ട് തന്നെ ആനിമൽ ചാവും. അപ്പോൾ ഇത് ശരിക്കും മസിലിൽ കൊള്ളണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊസിഷൻ ചെയ്തിരിക്കും. പലപ്പോഴും അറിയാം, ഈ നമ്മൾ മയക്കുപൊടി വെക്കാൻ പോകുമ്പോൾ നല്ലൊരു പൊസിഷൻ കിട്ടുമ്പോൾ പിന്നെയും ഡോക്ടർ ഇങ്ങനെ എയിം പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കൂടെ നിൽക്കുന്നവർ ഇങ്ങനെ എന്താ ഈ വെടിവെക്കാത്തെന്ന് തോന്നിപ്പോകും. ഇതിൻ്റെ കാരണം ഇതാണ്. അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഫോഴ്സ്, നമ്മൾ ഈ മയക്കുപൊടി വെക്കുമ്പോഴത്തേക്ക് ആ ഫോഴ്സ് കറക്റ്റായിരിക്കണം. ഇത് എക്സസീവ് ഫോഴ്സ് ആണെങ്കിൽ ഈ സിറിഞ്ച് ത്രൂ ആൻഡ് ത്രൂ കയറി അങ്ങ് പോകും. അത് തന്നെ അതിനെ കൊല്ലാനായിട്ടുള്ളൂ. അപ്പോൾ ആ ഫോഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് കൊണ്ട് ആ മെഡിസിൻ ഡിസ്ചാർജ് ചെയ്യാനായിട്ടുള്ള ഫോഴ്സേ പാടുള്ളൂ. അത് നമുക്ക് തോക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? തോക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോക്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴേ താഴെ നിൽക്കുന്ന ഒരു മൃഗമാണെന്ന് വെച്ചോ, അത് നമ്മൾ താഴോട്ട് മയക്കുപൊടി വെക്കുമ്പം അതിൻ്റെ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ നമ്മുടെ ഡാർട്ടിൻ്റെ സ്പീഡ് കൂടെ ഉള്ളൂ. അതേസമയം നമ്മൾ മുകളിലോട്ട് വെടിവെക്കുമ്പോൾ റോക്കറ്റ് പോലെയാണ്, ഫോഴ്സ് കൂട്ടണം. അപ്പോൾ ഈ ഹൊറിസോണ്ടലാണോ വെർട്ടിക്കലാണോ താഴോട്ടാണോ ഈ കെട്ടിനകത്തുള്ള സാധനമാണോ ഒക്കെ വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഫോഴ്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് ബൈ പ്രാക്ടീസ് നമുക്കുണ്ടാകുന്ന ഒരു സ്കില്ലാണ്. അപ്പം മുകളിലേക്ക് വെടിവെക്കുമ്പോൾ നമ്മൾ സാധാരണ വെടിവെക്കുന്ന ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് സൂചി പോയി തൊട്ടില്ലാന്ന് പറഞ്ഞിട്ട് അതേ താഴെ വീഴും. അത് കയറാനായിട്ടുള്ള ഫോഴ്സും വേണം. എക്സസീവായ പ്രശ്നം. അപ്പോൾ ഈ കുരങ്ങിൻ്റെ നമുക്ക് ഈ മരത്തിലിരിക്കുന്ന കുരങ്ങിൻ്റെ പൃഷ്ഠഭാഗം നമുക്ക് കിട്ടുകയും വേണം. അത് ഈ കൊമ്പിലിരിക്കുന്ന സാധനം, കൊമ്പായിരിക്കും അടിയിലിരിക്കണം, നമ്മളെങ്ങനെ അതിനകത്ത്. അപ്പോൾ അതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ്. രണ്ടാമത്തത്, ഈ മരുന്നുകൾ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന മരുന്ന് പറഞ്ഞാൽ സൈലസിൻ കീറ്റമിൻ എന്ന് പറഞ്ഞ മരുന്ന്. അത് കൂടുതലും കുരങ്ങന്മാർക്ക് കീറ്റമിനാണ് ഉപയോഗിക്കുന്നത്. ഈ കീറ്റമിൻ എന്ന് പറഞ്ഞ മരുന്ന് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ മരത്തിൻ്റെ അവിടെ പോയിരുന്ന് ഉറങ്ങും, അവിടെ പിടിച്ചിരുന്ന് ഉറങ്ങും.
ഉറങ്ങിക്കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ തറയിൽ നമ്മൾ വലയം വിരിച്ച് ഇവ ഉറങ്ങിത്തീരുന്നവരെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, എപ്പോഴാണോ വീഴുന്നത്. അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ മുകളിൽ ഒരാൾ കയറി പിടിച്ചുകൊണ്ട് വരേണ്ടി, അത് അതിനേക്കാളും ഡേഞ്ചർ. അപ്പോൾ ഈ മരുന്നുകളുടെ ഒരു കോക്ടെയിലാണ് നമ്മൾ ഈ സൈലസിൻ എന്ന് പറഞ്ഞ മരുന്ന് എന്ന് പറഞ്ഞാൽ മസിൽ റിലാക്സേഷൻ തരും. മസിൽ റിലാക്സേഷനുള്ള മരുന്നാണെങ്കിൽ അവന് പിടിത്തം കിട്ടില്ല, പിടിയിൽ നിന്ന് അഴിഞ്ഞ് താഴോട്ട് വരും. അപ്പോൾ ആ കുരങ്ങനെ നമ്മൾ മയക്കുവെടി വെക്കുമ്പോഴത്തേക്കും ഈ മരത്തിൽ കയറാൻ പറ്റാത്ത ഉള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഈ കോക്ടെയിൽ മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനകത്തും ഡേഞ്ചറുണ്ട്. ഇപ്പോൾ സൈലസിൻ കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഹാർട്ടിനെയും റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയൊക്കെ അഫക്റ്റായിട്ട് ഡെത്ത് വരും. അപ്പോൾ സേഫ് എന്ന് പറഞ്ഞാൽ കീറ്റമിൻ കൂട്ടി കൊടുക്കുന്നതാണ്, സൈലസിൻ കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഏത് ആനിമലിനെയാണ് ഡാർട്ട് ചെയ്യുമ്പോൾ ലൈൻ ടെയിൽ മക്കാക്ക് പോലെ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ആനിമലിനെ ഡാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സൈലസിൻ കൂട്ടി കൊടുക്കാവില്ല. കൊടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ ഇവൻ മരത്തിൻ്റെ മണ്ടയിൽ പോയി കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഭയങ്കര ട്രിക്കി സിറ്റുവേഷനാണ്. അതുപോലെ ഈ കുരങ്ങൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻ്റലിജൻ്റാണ്. ഇവനെ ഒരിക്കൽ ഈ മയക്കുവെടി വെച്ചിട്ടുണ്ട്, ഈ തോക്കിൻ്റെ കുഴലിൽ കണ്ടിട്ടുണ്ട്, പിന്നെ അവൻ ആ ഏരിയയിൽ വരില്ല. അപ്പോൾ ഇത് ഭയങ്കര ട്രിക്കി സിറ്റുവേഷൻ. അത് പോട്ടെ, ഈ മയക്കുവെടി കൊണ്ടെന്ന് വെച്ചോ, മയക്കുവെടി കൊണ്ടിട്ട് ഇവൻ മരത്തിൽ കൂടെ ചാടി ഒരു ലൈൻ കമ്പി പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ തന്നെ ചാടി ഈ ബസ്സിൻ്റെ ഇടയിൽ പോയി വീണു, വണ്ടിയുടെ ഇടയിൽ റോഡിൽ ചെന്ന് വീണു, സിറ്റുവേഷൻ പോയി. അല്ലെ ഒന്നും വേണ്ട, നമ്മുടെ വലയിൽ വീഴാതെ തറയിൽ റോഡിലോട്ട് വീണു, ചത്തു. അല്ലെങ്കിൽ ഫ്രാക്ചറോ ഒക്കെ വന്നിട്ട് കോംപ്ലിക്കേറ്റഡ് ആവും സാധനം. അപ്പം ഈ സത്യം പറഞ്ഞാൽ ഈ കുരങ്ങനെ മയക്കുവെടി വെക്കുന്നതാണ് ഏറ്റവും ട്രിക്കി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം മൃഗശാലയും ചാടി പോകുന്ന ഹനുമാൻ കുരങ്ങന്മാരൊക്കെ മയക്കുവെടിക്കാത്ത ഒരു പക്ഷേ ഇതുണ്ടായിരിക്കും ഈ റിസ്ക്. തീർച്ചയായിട്ടും അത് ആ സിറ്റുവേഷനാണ് നമ്മൾ അന്നത്തെ ഒരു ഇതിനകത്ത് മയക്കുവെടി വെക്കാതെ പിടിക്കാം എന്നുള്ളൊരു ഡിസിഷൻ അന്ന് എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെന്തെങ്കിലും പറ്റിയാൽ ഇന്ന കാരണം കൊണ്ടാണ് ഇത് പറ്റിയതെന്ന് സാമാന്യ ജനങ്ങൾക്കോ ആ ഒരു അവയർനെസ് ഇല്ലാത്ത സ്ഥലത്ത് നമ്മളെങ്ങനെ നമ്മുടെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാനോ അത് നമ്മുടെ സമൂഹം അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് വേണ്ട, അല്ലാതെ ട്രാപ്പ് ചെയ്ത് പിടിക്കാം എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടാണ് നമ്മൾ ആഴ്ചകളോളം ഇവനെ ട്രാക്ക് ചെയ്ത് നടന്ന അവസാനം നമ്മുടെ സ്കൂളിൽ നിന്ന് ട്രാപ്പ് ചെയ്തെടുത്തത്. അതൊക്കെ ഒരു റിസ്കി കാര്യം തന്നെയായിരുന്നു. ഭയങ്കര. ഈ മൃഗശാലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ 12 വർഷം പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ സങ്കടം തോന്നിയത് ഏത് കാര്യത്തിലായിരുന്നു? അത് ഒരു വല്ലാത്ത ട്രൊമാറ്റിക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഡോക്ടറിന് മരിക്കുന്നവരെ സൂല ഡോക്ടറായിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ചില സിറ്റുവേഷൻസിൽ നമ്മൾ ആ കൂട്ടി പോയിട്ട് ഞാൻ യാത്ര പറയേണ്ടവനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ മുറി പോയി പൊട്ടി കരച്ചിട്ടുണ്ട്. എനിക്ക് ശരിക്കും അവിടുന്ന് മനസ്സമാധാനത്തോടു കൂടി ഇറങ്ങണമെങ്കിൽ ഇതൊരു സേഫ് ഹാൻഡ്സിലോട്ട് അത് ഏൽപ്പിക്കണം. അപ്പം ശരിക്കും നമ്മുടെ ഈ മൃഗശാലയുടെയൊക്കെ ഒരു വലിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ മാത്രമായിട്ട് പോകുമ്പോൾ വേറൊരു ഡോക്ടറിന് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. പുതുതായിട്ട് വരുന്ന ഒരു സർക്കാർ സ്ഥാപനത്തിൽ നമ്മൾ ഒരു ഓഫീസിൽ ഒരാൾ വന്ന് ചാർജ് എടുക്കുന്നു, അടുത്ത ആൾക്ക് ഈ CTC എഴുതി അല്ലെങ്കിൽ RTC എഴുതി പോകുന്ന പോലൊരു സിസ്റ്റമാണ് നമ്മൾ ആലോചിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു മൃഗശാലയിലെ ഒരു സിംഗിൾ ഡോക്ടർ ഇത്രയും വർഷത്തെ അനിമൽസുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിന് ശേഷം അങ്ങനെ പുറത്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥാപനമല്ല. അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്തായാലും ഞാൻ എൻ്റെ മിനിസ്റ്ററിൻ്റെ അടുത്ത് ഞാനിത് പറഞ്ഞു, ഞാൻ റിട്ടയർ ചെയ്യാറായി, എന്തായാലും നമുക്ക് നല്ലൊരു ഡോക്ടറിനെ അവിടത്തേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. മിനിസ്റ്ററിനത് ശരിക്കും ഉൾക്കൊണ്ട് നല്ല ഡോക്ടറിനെ സെലക്ട് ചെയ്ത് അദ്ദേഹത്തിനെ കുറേ നാൾ കൂടെ നിർത്തി ട്രെയിൻ ചെയ്ത് ഇത് ഭദ്രമായിട്ട് ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുന്നുണ്ട്. വലിയ റിലീഫായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഭയങ്കര ശരിക്കും ഒരു മൃഗശാലയിലെ ഡോക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ടൈഡപ്പാണ്. ഈ 365 ദിവസവും 24 മണിക്കൂറും നമ്മളവിടെ ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് വിളിപ്പുറത്തുണ്ടായിരിക്കണം. നമ്മളൊരു അപകടം ഉണ്ടാകുമ്പം നമ്മൾ വിത്തിൻ ഒരു 15 മിനിറ്റ്സ് അവിടെ എത്തിക്കണം. അതാണ് ഒരു
ടൈമെന്ന് പറയുന്നത്. ആ ഒരു ടൈമിനകത്ത് നമ്മൾ ആ സ്ഥലത്ത് എത്തിയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അതിനെ സേവ് ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു സിറ്റുവേഷൻ സേവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആ ഒരു ഡോക്ടർ പോരാ, 2 ഡോക്ടർമാരെങ്കിലും മിനിമം വേണം. അതാണ് സെൻട്രൽ സൂ അതോറിറ്റി നിഷ്കർഷിച്ചിരിക്കുന്നത്. ഇത് പലതവണ പറഞ്ഞെങ്കിലും ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും അതിനുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിന്ന് തീർച്ചയായിട്ടും വരേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു ഡോക്ടറിന് എന്തെങ്കിലും ഒരു അപകടം പറ്റി, അല്ലെങ്കിൽ മരണപ്പെട്ടു. എൻ്റെ സ്വന്തം ക്ലാസ്മേറ്റാണ്, എൻ്റെ കൂടെ ഹോസ്റ്റലിൽ പഠിച്ചതാണ് നമ്മുടെ ഗോപകുമാർ, ആന കുത്തി മരിച്ച ഗോപകുമാർ. അപ്പോൾ ഈ വൈൽഡ് ലൈഫിലുള്ള ഡോക്ടേഴ്സിന് ജീവൻ പണയപ്പെടുത്തിയിട്ട് ചെയ്യുന്ന ഒരു റിസ്ക്കാണ്. അത് ഒരു പാഷൻ കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് അപകടം ഉണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും 2 ഡോക്ടർമാർ വേണം. അതുപോലെ തന്നെ ഇതുപോലത്തെ സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അസിസ്റ്റ് ചെയ്യാനൊരു ഡോക്ടർ വേണ്ടേ. അപ്പം സെൻട്രൽ സൂ അതോറിറ്റി വളരെ കൃത്യമായിട്ട് 2 ഡോക്ടർമാർ വേണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ലൈസൻസ് പോലും ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടോ നമുക്കിതുവരെയും ഇന്നും അത് സാധിച്ചിട്ടില്ല. ഇപ്പം നേരത്തെ ഞാൻ സങ്കടപ്പെടുത്താമെന്ന് അറിയാം, എങ്കിൽ കൂടി ചോദിക്കണം, അവിടെ നിന്ന് മൃഗശാലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യാത്ര പറഞ്ഞ് ഇറങ്ങണമെന്ന് തോന്നിയ മൃഗങ്ങൾ ഏതായിരുന്നു? എനിക്ക് തോന്നുന്നു സ്വന്തം കുട്ടികളെ പോലെ ശരിക്കും യാത്ര പറയണമെന്ന് എനിക്കില്ല, കാരണം എൻ്റെ വീട് തൊട്ടടുത്താണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ വരാം, കാണാം. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ പുതുതായിട്ട് വന്നിരിക്കുന്ന ഡോക്ടറിനെ ശരിക്കും നമ്മൾ വീൻ ചെയ്യണം. അതായത് അദ്ദേഹത്തിന് ആ മൃഗങ്ങളുമായിട്ട് അടുപ്പം വന്നു, അതിൻ്റെ വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോഴും എന്നും കോണ്ടാക്ട് ചെയ്യും. ആവശ്യമുള്ള ഞങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഓപ്പറേറ്റ് ചെയ്യും. അതല്ല വലിയ ആനിമൽസിന് നമ്മൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ടീമിനെ അങ്ങോട്ട് അയക്കും. അപ്പം പുള്ളിക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കും. പക്ഷേ നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ പോയി മെഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ ആ പുള്ളിയുടെ ഫുട്ടിൽ നിൽക്കാനായിട്ടുള്ളൊരു പ്രാപ്തി പോകും. അതുകൊണ്ട് സഫിഷ്യൻ്റ്ലി അതിന് കേപ്പബിൾ ആണെന്ന് കണ്ടപ്പം നമ്മൾ പതുക്കെ അവിടെ നിന്നും ആ ഒരു വീൻ ചെയ്ത് നിൽക്കുകയാണ്. എന്തെങ്കിലും ഹെൽപ്പ് ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് വേണമെങ്കിലും വിളിച്ചാൽ അപ്പം നമ്മൾ സ്ഥലത്തെത്തും. പക്ഷേ അത് ആവശ്യപ്പെടുമ്പോൾ പോയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. ജേക്കബ് അലക്സാണ്ടർ സാറായിരുന്നു നമുക്കൊപ്പം ചേർന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു 12 വർഷത്തെ വെറ്റിനറി ജീവിതം, അതായത് മൃഗശാലയിൽ മാത്രം ഉണ്ടായിരുന്ന 12 വർഷത്തെ അനുഭവങ്ങളൊക്കെയായിരുന്നു സി മലയാളം ന്യൂസുമായി പങ്കുവച്ചത്. സാർ നമസ്കാരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.